കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹീത പകലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരുടെ നീണ്ട നിര, ഇന്ന് എവിടെയായിരിക്കുന്ന അതിഥികളായി വന്നവർ, ആദ്യമായി കടന്നു വന്നവർ, എല്ലാ ദൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ചാക്കോ പാസ്റ്ററിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ഓരോ രാജൻ പാസ്റ്റർക്കായി സ്തോത്രം. നടേശ്വരൻ പാസ്റ്റർ എന്നാണ് സാധാരണ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കണ്ണൂരിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ സുവിശേഷകൻ സുരേന്ദ്രനാഥ് അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിപ്പാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വളരെ അത്ഭുതകരമായ സാക്ഷ്യമാണ്. നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാനായിട്ട് സമയമുണ്ട്, സാവകാശമുണ്ട്. നിങ്ങളെല്ലാവരും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നോ? ആമേൻ. കർത്താവിൻ്റെ സന്തോഷമായിരിക്കണം. ഇന്ന് ആദ്യമായി കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാമോ? ആദ്യമായി ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. യെസ്, കരങ്ങളടിച്ച് നമുക്ക് ഈ പ്രിയപ്പെട്ടവരെന്ന് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ടാബർനാക്കിൾ ഓഫ് പ്രൈസ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊപ്പമുള്ളതായ ഈ കൂട്ടായ്മ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും പകരുന്നതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, ലോർഡ് ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് പീപ്പിൾ. ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. നാം പ്രവചന പുസ്തകത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ആമേൻ. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ, അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, പറഞ്ഞാട്ടെ, വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. സ്തോത്രം. പണ്ടൊരിക്കൽ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. എളിയവനായ ദൈവത്തിൻ്റെ വലിയ ദാസൻ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വലിയവനായ ദൈവത്തിൻ്റെ എളിയ ദാസന്മാരെവിടെയുള്ളത്? ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നടേശ്വരൻ പാസ്റ്റർ നല്ലൊരു സുവിശേഷകനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്ത് ട്രാക്റ്റുകൾ കൊടുക്കുകയും വീട് കയറി സുവിശേഷം പറയുകയും ചെയ്യുന്ന വളരെ ബലകരമായൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പതിറ്റാണ്ടുകളായുള്ള നല്ല ബന്ധത്തിനായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ഞാൻ പെട്ടെന്ന് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവദാസന്മാർക്ക് സമയങ്ങൾ വേർതിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനെ ഏൽപ്പിച്ച ചില ദൂതുകൾ നിങ്ങളോട് പങ്കുവെക്കണമല്ലോ. അതിനുവേണ്ടി ഒത്തിരി ദിവസം ഇരിക്കുകയും ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും മനസ്സിങ്ങനെ അതിനകത്തിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച സന്ദേശം നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചില തിരുവെഴുത്തുകൾ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം. നമുക്കതിൽ തുടങ്ങാം. ഒത്തിരി ആലോചനകൾ കർത്താവ് തന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 30 വേഴ്സ് 1. സ്തോത്രം. അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഈ ഒരു ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ, റാഹേലിൻ്റെ ഒരു പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. 30-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. 30-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ദൈവം റാഹേലിനെ ഓർത്തു. ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നത് ഓർക്കുന്ന ദൈവം. നിന്നെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 30-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത്, ഒരുപാട് ദുഃഖം വർദ്ധിച്ചപ്പോൾ താൻ ചിന്തിക്കുകയാണ്, എനിക്ക് മക്കളെ തരണം, ഇല്ലെങ്കിൽ ഞാൻ ഒരു സൂയിസൈഡൽ മെൻറ്റാലിറ്റി, അല്ലേ? അല്ലെങ്കിൽ എനിക്കിപ്പോൾ കിട്ടിയേ മതിയാകൂ. സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള ആളുകളെ മേയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്കിപ്പം മക്കളെ തന്നേ മതി. ഒരു കടയിൽ ചെന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. സ്തോത്രം. അപ്പോൾ ഈ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെ ആണെന്നും കൂടെ നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ദൈവത്തിന് യാക്കോബ് ആകെ കുഴഞ്ഞു പോയി. പുള്ളി ഒത്തിരി കഷ്ടപ്പെട്ട് 14 വർഷം സേവ ചെയ്തിട്ട് കിട്ടിയതാണ് റാഹേലിനെ. ഹലോ സ്തോത്രം. ഇപ്പോൾ പുള്ളിക്കാരത്തി പറയുകയാണ്, എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും.
സ്തോത്രം. ഇതിവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പല വിഷയങ്ങൾക്കകത്തും നമുക്ക് ഇപ്പോൾ പലതും സാധിക്കണമെന്നുണ്ടെങ്കിലും ദൈവം കനിഞ്ഞാൽ മാത്രമേ പല വിഷയത്തിനും വിടുതൽ കിട്ടത്തുള്ളൂ. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തുക. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. There is no point in being frustrated and fretting with other people. Just be humble yourself under the hand of God, and the right time God will lift you up, God will answer your prayers, and God will honor you. Hallelujah. Some people, they easily get frustrated. ചില ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, എനിക്കത് കിട്ടിയില്ല ഉടനെ. ചില പിള്ളേർക്കും അങ്ങനെ സ്വഭാവം. ചിലർ പേഷ്യൻസ് ഉള്ളവരാണ്. കൊച്ചു പിള്ളേരായിരിക്കും, എല്ലാ പിള്ളേർക്കും തന്നെ അങ്ങനെയുണ്ട്. ചിലർ നിലത്തിരുന്ന് വട്ടം കറങ്ങും, ഒത്തിരി പരിപാടിയൊക്കെ ചെയ്യുന്നത് കാണാം. ആമേൻ. വളർന്നു വരുമ്പോൾ മെച്യൂർ ആകുമ്പോൾ അതൊക്കെ മാറും. പ്രൈസ് ദി ലോർഡ്. സ്വത്രം വരുന്നില്ലല്ലോ. ചിലർ വളർന്നു കഴിഞ്ഞാൽ ശരീരത്തിനെ വളർച്ച കാണത്തുള്ളൂ, മനസ്സ് വളർച്ച കാണത്തില്ല. സ്തോത്രം. എനിക്ക് തന്നില്ല, ഞാൻ കഴിക്കത്തില്ല, എന്താ ചെയ്യാന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ, ഞാൻ യാക്കോബിന് താൻ മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട്, അതൊരു നല്ല കാര്യമില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് എന്നാ ഉണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്. ദൈവത്തിന് നിനക്ക് കിട്ടിയില്ല മറ്റേ ആൾക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നീ അസൂയപ്പെടരുത്. നിന്റെ സമയം വരുന്നതേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞേ. എന്നേക്കാൾ ശക്തമായി ഉപയോഗിക്കുന്ന ഒത്തിരി ദൈവദാസന്മാർ കാണും. ഞാൻ അസൂയപ്പെട്ടൊരു വല്ലതും കാര്യമുണ്ടോ? താണിരുന്ന് കർത്താവെ എനിക്ക് ഇവിടെ ഇച്ചിരി കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്കാർക്കും, എന്നെപ്പറ്റി പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നമുക്കാർക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയും എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പാസ്റ്റർ ഇത് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ അതിനകത്ത് വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട, ഫ്രസ്ട്രേറ്റഡ് ആകണ്ട. നിനക്ക് ചില വിഷയങ്ങൾക്കകത്ത് മറുപടി കിട്ടിയിട്ടില്ല, മറ്റു പലർക്കും മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ പറയുന്നു, നിന്റെ സമയം വരുന്നതേ ഉള്ളൂ. തക്ക സമയത്ത്. ആമേൻ. 30-ാം അധ്യായം 22-ാം വാക്യം, ഈ ദൈവം റാഹേലിനെ ഓർത്തു. ദൈവത്തിൻ്റെ സമയത്തെ ദൈവം ഓർക്കത്തുള്ളൂ. രാമീൻ പറയാൻ പറ്റുമോ? സ്തോത്രം. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് ജോസഫ് വളരെ പ്രതീക്ഷയോടെ റെക്കമെൻഡേഷൻ പറഞ്ഞാ വിട്ടത്, രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ ദൂതും അത് നിവർത്തിക്കപ്പെട്ടതൊക്കെ ഒന്ന് ഓർപ്പിച്ചേക്കണം കേട്ടോ. എത്രയോ പേരെ അമേരിക്കയിലും ഗൾഫിലും ഇംഗ്ലണ്ടിലും എല്ലാം ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞ് നിവർത്തിച്ച് പ്ലെയിനെ കയറ്റി വിട്ടിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നാൽ ഉടനെ ഓർക്കും എന്നൊക്കെ പറയും. സ്തോത്രം. പ്രൈസലോ. ദൈവദാസന്മാർക്കറിയാം ചിലപ്പോൾ ഓർത്തില്ലെന്ന് വരും. അതല്ല, ദൈവം നിന്നെ ഓർക്കണം. ദൈവം ഓർത്താൽ പലരും നിന്നെ ഓർക്കും. രാമ്യം പറയാമോ? ദൈവം നിന്നെ ഓർത്താൽ പലരും ഈ ദിവസങ്ങളിൽ നിന്നെ ഓർക്കാൻ പോവുകയാണ്. അന്ന് അച്ചൻകുഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിടുതൽ കിട്ടിയ ചിലരുടെ മറവി വൈറസ് കയറിയിരിക്കുക. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം ഓർക്കുമ്പോൾ ചിലർ ഓർക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളാരും തന്നെ ഈ നിലയിൽ എത്തിയതല്ല. എനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പലരുമുണ്ട്. നമ്മുടെ അമ്മമാർ തൊട്ട്, നമ്മുടെ അപ്പന്മാർ തൊട്ട്, നമ്മുടെ സഹോദരങ്ങൾ തൊട്ട്, ദൈവമക്കൾ തൊട്ട്, ദൈവദാസന്മാർ തൊട്ട് അനേകർ പ്രാർത്ഥിച്ചിട്ടും കൂടെയാ നമ്മൾ ഈ നിലവാരത്തിലെത്തിയത്. കരമടിച്ച് കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ എത്തിയതല്ല, ദൈവം നിന്നെ എത്തിച്ചതാണ്. നീ ആയതല്ല, ദൈവം നിന്നെ ആക്കിയതാണ്. മറക്കരുത്. ചിലക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും ഉപവസിച്ചവരെയും ഒന്നും നീ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി രാത്രികൾ പകലാക്കി കരഞ്ഞവരെ നീ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, ഈ ദൈവം മറക്കുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വേദപുസ്തകം ദൈവം അനേകരെ ഓർത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന് 1-ാം വാക്യം. എനിക്ക് മണിക്കൂറുകൾ പ്രസംഗിക്കാനുണ്ട്, പക്ഷേ കഴിയുന്നതും ഞാൻ കമ്പിവാചകമായി പറഞ്ഞ് ഇതും മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും എടുക്കണേ. ബൈബിൾ എടുക്കാൻ പറ്റുന്നവർ, കയ്യിലുള്ളവർ ബൈബിൾ എടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പേജുകളൊക്കെ ഒന്ന് വിടരട്ടെ. അപ്പോൾ തന്നെ ഇതിലേക്ക് നിങ്ങൾ നോക്കിയാൽ വലിയ കഷ്ടപ്പാടില്ലാതെ വചനം ശ്രദ്ധിക്കാനും പറ്റും. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കുക. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? God remembered Noah. There is a God who remembers you. എത്ര പേർ ആമീൻ പറയും?
റിമെമ്പർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഹി ഫോർഗെറ്റ്സ്, ബട്ട് റാദർ ദാറ്റ് ഹി ഈസ് അബൌട്ട് ടു ടേക്ക് ആക്ഷൻ ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പീപ്പിൾ ടു ഫുൾഫിൽ ഹിസ് പ്രോമിസ്. ദൈവം ഓർക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിന് അൽഷിമേഴ്സ് ഉണ്ടെന്നല്ല. പിന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിഷയത്തിനകത്ത് ഇടപെടുവാൻ ദൈവം വിഷയത്തെ ഓർത്തുന്ന എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഞാൻ ആ വിഷയത്തെ ഇടപെടാൻ പോവാ. ദൈവം നോഹയെയും പെട്ടകത്തിലുള്ളതിനെയെല്ലാം ഓർത്തു. സ്തോത്രം. ഈ ജലപ്രളയം ഏതാണ്ട് ഒരു വർഷവും ഏതാണ്ട് 10 ദിവസവും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വർഷത്തിലധികം ജലപ്രളയം ഉണ്ടായിരുന്നു. 40 പകലും രാത്രിയിലുമാ മഴ പെയ്തത്. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. നമ്മൾ വായിക്കുന്ന കണക്കുകളൊക്കെ ഞാൻ പിന്നെ പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലേ, ഒരു ചെറിയ വിഷയമല്ല നോഹ കടന്നുപോയത്. പക്ഷേ ദൈവം ഓർത്തു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, ഈ ദൈവം നിന്നെ ഓർക്കുന്ന ദൈവമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്തൊക്കെ വേദപുസ്തകത്തിൽ ഓർത്ത പലതുകൊണ്ട്. ഈ ഓളങ്ങൾക്ക് മുകളിൽ കൂടെ, തിരമാലകൾക്ക് മുകളിൽ കൂടെ, ഈ വലിയ ബോട്ടിനകത്ത് അല്ലെങ്കിൽ ഈ ഷിപ്പിനകത്ത് നോഹ മാത്രമല്ല, നോഹയുടെ കുടുംബം മാത്രമല്ല, സ്തോത്രം, പിന്നെ ആരൊക്കെയുണ്ട്? ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും സാമ്പിളുകൾ അതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം പറയാമോ? ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും ഈരണ്ടായി അങ്ങനെ ദൈവത്തിന് സ്തോത്രം ഇതിനകത്തെല്ലാം കയറ്റിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കന്നുകാലി ഉണ്ടെങ്കിൽ തന്നെ ഈ മഴയൊക്കെ വരുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? വളർത്തിയിട്ടുള്ളവർക്കറിയാം. ഈ സിറ്റിയിലൊന്നും ആർക്കും അറിയത്തില്ല. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇവിടെ ആടിൻ്റെ കാര്യം അറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇറങ്ങി ചുറ്റുപാടൊക്കെ നോക്കുന്ന നല്ലതാണ്. എല്ലാം കണ്ട് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. സ്തോത്രം വരുന്നില്ലല്ലോ. നമ്മുടെ പിള്ളേരെയൊക്കെ ഇത് കൊണ്ട് കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്ന് AC വർക്ക് ചെയ്യുന്നില്ല. ഭയങ്കര അവന് വലിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിഞ്ഞ പോലത്തെ പ്രോബ്ലമാണ് ഇന്ന് AC വർക്ക് ചെയ്യാത്തത്. കേരളത്തിൽ ഇതൊക്കെ എന്നാ വന്നത്? ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. ദൈവം നോഹയെ ഓർത്തു. കാരണം ഓർക്കത്തക്കതിനുള്ള വിഷയമാണ്. ദൈവത്തിന് ദൈവമേ, എന്ന് ഈ വെള്ളം ഒന്ന് അടങ്ങും, എന്ന് ഈ ജലപ്രളയം ഒന്ന് നിൽക്കും. ഹല്ലേലൂയ. ഓരോ ദിവസവും ആ ഫ്ലഡ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവം ഓർത്തു. ദൈവം എന്ത് ചെയ്തൊരു കാറ്റടിപ്പിച്ചു. ദൈവം നോഹയെ മാത്രമല്ല ഓർത്തത്. 8:1 എന്താ എഴുതിയിരിക്കുന്നത്? ബട്ട് ഗോഡ് റിമെമ്പേർഡ് നോഹ and all the wild animals and the livestock that were with him in the ark, and he sent a wind over the earth and the waters receded. പൊങ്ങിക്കൊണ്ടിരുന്ന വെള്ളം കുറയാൻ തുടങ്ങി. ഇന്ന് പകലൊരു ദൂത് പറയുകയാണ്. ദൈവം തന്നെ ഓർക്കുന്നത് കൊണ്ട് അടിക്കടി വർദ്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ അവസാനിക്കുക മാത്രമല്ല, അത് ഇറങ്ങാൻ പോവുക കേട്ടോ. ഈ വർഷത്തിൻ്റെ അടുത്ത മാസങ്ങളിൽ പ്രശ്നങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. നന്മകൾ വെളിപ്പെടാൻ പോവുകയാണ്. കര കാണാൻ പോകുകയാണ്. പെട്ടകം ഉറക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭൂതലം മുഴുവനും ജലപ്രളയം മൂടിയതാണ്. പക്ഷേ ഈ ദൈവം ഈ പെട്ടകത്തെ എവിടെ ഉറപ്പിച്ചെന്നറിയാം? ലോകത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയായിരിക്കുന്ന എവറസ്റ്റ് പോലെ വലിയൊരു കൊടുമുടി, അരാറാത്ത് പർവ്വതത്തിൻ്റെ, അന്നത്തെ ദെൻ നോൺ വേൾഡിലെ ഏറ്റവും വലിയ ആ പർവ്വതത്തിൻ്റെ കൊടുമുടിയുടെ മുകളിൽ ഇത് ലാൻഡ് ചെയ്തത്. പ്രൈസ് ഗോഡ്. ഇറ്റ് ലാൻഡഡ് ഓൺ എ മൗണ്ടൻ പീക്ക്. ദാറ്റ്സ് വാട്ട് ദ ബൈബിൾ സേസ്. മലയാളത്തിൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇടയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത്. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ഈ ഓളത്തിന് മുകളിൽ കൂടെ നമുക്കറിയാം, കപ്പലിൽ പോയാലും ബോട്ടായി പോയാലും ഇതിങ്ങനെ ഇളകി കുക്കി ചെയ്യും. പക്ഷെ ദൈവം പറഞ്ഞ അളവിൽ പണിതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ചിന്തിക്കുകയാണ്, ഈ ആനയും ഈ ലോകത്തിലുള്ള എല്ലാത്തിനും കയറ്റിയിട്ട് ഇതിനൊരു അനക്കമില്ല. നോഹയോട് ദൈവം ഒരു അളവ് പറഞ്ഞു. ആ മുഴക്കണക്കിനൊക്കെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. അതിനകത്ത് വല്ലതും തെറ്റിച്ചിരുന്നെങ്കിൽ ഇത് നേരെ ചെരിഞ്ഞു പോയേനെ. സമാഗമന കൂടാരം പണിയുമ്പോഴും ദൈവം അളവ് പറഞ്ഞു. ദൈവം പറഞ്ഞ അളവ് തെറ്റിക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ചിലർ പറയും ദൈവദാസന്മാർ ഇത്രയും കർക്കശം എന്തിനാണ്, ഇച്ചിരി വിട്ടുവീഴ്ചയൊക്കെ കാണിച്ചുകൂടെ? വിട്ടുവീഴ്ചയാണ് ഇതെല്ലാം കൂടെ തകിടം മറിഞ്ഞു പോകുന്നത് വെള്ളത്തിനടിയിലോട്ട്. ദൈവവചനം അതിൻ്റെ രീതിയിൽ നീ അനുസരിച്ചെങ്കിൽ മാത്രമേ നിത്യതയുടെ തുറമുഖത്ത് നീ എത്തത്തുള്ളൂ. ഇതുപോലെയുള്ള ഒരുപാട് പ്രളയങ്ങളെ അതിജീവിച്ച് നീ അപ്പുറം എത്തേണ്ടതാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. തിരുവെഴുത്ത് പറയുന്ന, പ്രിയമുള്ളവരെ, ഇത്ര വിലയേറിയ വാക്തത്വങ്ങൾ നമുക്ക് ശേഷിച്ചിരിക്കയാൽ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ അകറ്റി വിശുദ്ധിയെ തേക്കണം.
ഇത് വിലയേറിയ വാക്തത്വമാണ്, ചെറുതൊന്നുമല്ല. ഒളിമ്പിക്സിന് ഒരുങ്ങുന്നവരെ കണ്ടിട്ടുണ്ടോ? അത്ലറ്റ്സിനെ. ഏഷ്യാഡിന് ഒരുങ്ങുന്നവരെ കണ്ടിട്ടുണ്ടോ? ഏതിനു വേണ്ടി? നാഷണൽ മീറ്റിന് പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? സ്കൂൾ കോമ്പറ്റീഷന് ഇതിനെല്ലാം ലെവൽ വ്യത്യാസമുണ്ട് ഒരുക്കത്തിനല്ലേ. ഇൻ്റർ സ്കൂൾ മത്സരത്തിൽ പോകുന്നവർക്ക് അതിൻ്റെ ഒരുക്കം മതി. ഇൻ്റർ സ്റ്റേറ്റ് പോകുമ്പം ഇച്ചിരിയും കൂടെ ഒരുക്കം വേണം. നാഷണൽ ലെവലിലാണ് നീ കളിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരുക്കം വലുതാണ്. ഏഷ്യാഡിനോ ഒളിമ്പിക്സിനോ പോകുന്നതെങ്കിൽ ഒരു രാജ്യം മുഴുവനും അവർക്ക് വേണ്ടി പണം ചെലവഴിച്ച് കോച്ചുകളെ മാറി മാറി കൊടുത്ത് വിദേശത്തുനിന്ന് കോച്ചിനെ ഇറക്കി അവരുടെയൊക്കെ ട്രെയിനിങ് ഭയങ്കരമാണ്. ഒരു സ്തോത്രം പറയാമോ? അഞ്ജു ബോബി ജോർജിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വിദേശത്ത് പോയാണ് പലരെയും അവിടുത്തെ കാലാവസ്ഥയിൽ അവരെ കഠിന പരിശീലനം കൊടുത്ത് എത്ര മണിക്കൂറാണ്, വെളുപ്പിന് 4 മണിക്കൊക്കെ ഭയങ്കര തണുപ്പത്തിറങ്ങി പരിശീലനം നടത്തി. അങ്ങനെ വർഷങ്ങൾ ഒരുങ്ങിയിട്ടാണ്, ദൈവത്തിന് സ്തോത്രം, അവർ ഒരു ഒളിമ്പിക്സിൻ്റെ മെഡൽ, ഒരു ചെറിയ മെഡൽ കിട്ടാൻ വേണ്ടി, മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പം നിത്യത മുഴുവനും നമുക്കൊരു വലിയ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമ്മൾ എത്ര ഒരുങ്ങിയാൽ മതിയാകും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് വിലയേറിയ വാക്തത്വം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം നോഹയെയും പെട്ടകത്തിലുള്ളതിനെയും ഓർത്തു. അടുത്തത് പുറപ്പാട് പുസ്തകം 2:24 ദൈവം ഓർത്തു എന്നുള്ള വിഷയത്തിൽ തൊട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. നമുക്കനേക വാക്തത്വങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കാം. ദൈവം ഒന്നുപോലും മറക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഓർത്താൽ ഒരു കടാക്ഷം വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. മഹാരാജാവ് ഓർത്താൽ എന്താ സംഭവിക്കും? നമുക്ക് നെഹമ്യാവിനെ മഹാരാജാവ് ഒന്ന് ഓർത്തു, ഒന്ന് കടാക്ഷിച്ചു. ജോസഫിനോട് രാജാവിൻ്റെ കടാക്ഷമുണ്ടായി. വേദപുസ്തക ചരിത്രത്തിൽ ഉന്നതന്മാർ കടാക്ഷിച്ചിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ദൈവത്തിൻ്റെ കടാക്ഷം ഇന്ന് പകൽ നിൻ്റെ മേൽ ഉണ്ടാകാൻ പോവുകയാണ്. ദൈവം എന്ത് ഓർത്തു? ഉടമ്പടി ഓർത്തു. There is a God who remembers the covenant. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം നിന്നോട് വല്ല ഉടമ്പടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്കറിയാം, സ്തോത്രം, അബ്രഹാമിൻ്റെ മേൽ ഭീതി വീണതായിരിക്കുന്ന ഒരു സന്ധ്യായാമം. ഹല്ലേലൂയ. നമ്മളവിടെ വായിക്കുന്നുണ്ട്. സന്ധ്യ മയങ്ങിയതായ സമയമാണ്. പ്രൈസ് ഗോഡ്. അന്ന് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നു. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15:1 അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമേ ഭയപ്പെടണമെന്ന് തമ്പുരാൻ പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നമ്മളൊക്കെ പേടിക്കാൻ എന്നാ കാര്യം? അതിനൊരു കാരണം കാണും. ഭാവിയെക്കുറിച്ചൊരു പേടി. എന്താ കാരണം? എൻ്റെ പിള്ളേർ എന്തായിത്തീരും, ഞാൻ എന്തായിത്തീരും, എൻ്റെ വയസ്സാങ്കാലത്ത് എന്തായിത്തീരും, എന്നെ നോക്കാൻ ആരെങ്കിലും കാണുമോ, പിള്ളേർ പഠിക്കുമോ, വല്ലയിടത്തും എത്തുമോ, അവരെന്നെ ഓർക്കുമോ, ഒരുപാട് വിഷയങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു പ്രോമിസ്, ദൈവത്തിൻ്റെ ഒരു വാക്തത്വം, ഒരു ഗ്യാരണ്ടി, അതാ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ ഭയപ്പെടണ്ട. ഇന്ന് കർത്താവ് നിന്നോട് പറയുന്നത്, നിന്റെ ഭാവി ഓർത്ത് നീ പേടിക്കണ്ട, നിന്റെ മക്കളെ ഓർത്ത് നീ പേടിക്കണ്ട. നിനക്ക് ദൈവത്തോടൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നോടൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവം ഉടമ്പടികളെ ഓർക്കുന്ന ദൈവമാണ്. ഇന്ന് ആരാധിച്ചു പോയാൽ പോരാ, തീരുമാനമെടുക്കണം, ദൈവത്തോട് ഉടമ്പടി ചെയ്യണം. Make it a point that you make a covenant with the Lord today. ഇന്ന് പകൽ നീ ദൈവത്തോട് ഉടമ്പടി എടുക്കണം. Hallelujah. There is a God who remembers your covenant. ചേർന്ന് സ്തോത്രം ചെയ്യാം. തൻ്റെ ഉടമ്പടി ദൈവം ഓർത്തത് തൻ്റെ ഉടമ്പടിയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, 8-ാമത്തെ വാക്യം എന്ന് വായിച്ചു. 8-ാമത്തെ വാക്യം. അവിടെ നിൽക്കട്ടെ, ഞാനിത് മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല. 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചു, പക്ഷേ മക്കളില്ല, സമ്പത്തുണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്. നമ്മുടെ നാട്ടുപ്രദേശമാണ് പറയത്തില്ലേ, ആ വീട്ടിലെ മുതലാളിക്ക് 8 മൂടാ സ്വത്തുണ്ട്, അനുഭവിക്കാൻ ആരുമില്ല. നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, നാട്ടുകാർക്ക് വേറെ ബിസിനസ്സൊന്നും ഇല്ലല്ലോ. ഹല്ലേലൂയ. ഒരു വിധപ്പെട്ട ആൾക്കാരല്ലേ ഈ പരദൂഷണമൊക്കെ പറഞ്ഞാൽ ജീവിച്ചു പോകുന്നത്. സ്വന്തം വീട്ടിൽ കഞ്ഞി വെക്കാൻ നിവൃത്തിയിൽ അപ്പുറത്ത് വീട്ടിൽ വെക്കും, പുകയുന്നുണ്ടോ അടുപ്പെന്നോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു മനുഷ്യരകത്തൊരു കുഴപ്പമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം അബ്രഹാം പറഞ്ഞു, നീ എനിക്ക് എല്ലാ സമ്പത്തും തന്നിട്ടുണ്ട്, പക്ഷെ അനുഭവിക്കാൻ മക്കളില്ലല്ലോ, ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് തരും. എങ്ങനെയാ? ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ, 5-ാം വാക്യമാണ്, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ദൈവം നിന്നോടൊരു കാര്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ലെവലിൽ നിന്നാണ് ദൈവം സംസാരിക്കുന്നത്.
ഹല്ലേലൂയ. ഒരു കുഞ്ഞില്ലാത്തവനോട് ദൈവം പറയും ആകാശത്തിലേക്ക് നോക്ക്. നമ്മൾ പറയും എത്ര നാളായിട്ട് ഈ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. നിനക്ക് എണ്ണാമോ ഈ നക്ഷത്രങ്ങളെ? എണ്ണാൻ പറ്റുന്നില്ല. കൗണ്ട്ലെസ് സ്റ്റാർസ്, innumerable and numerous. And God promises that, I will bless you with descendants like this. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഇതുപോലെ നിനക്ക് മക്കളെ തരും. ചേർന്ന് സ്തോത്രം പറയാം. ഇതുപോലെ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുക, നിനക്ക് ഒരു വണ്ടി ഇല്ലാത്തപ്പോഴായിരിക്കും. ഇതൊന്നും ഞാൻ പറഞ്ഞ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന് ഭാഗമാണല്ലോ. ഇപ്പം ദൈവം വന്ന് ദൂത് പറയാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ദൈവദാസന്മാർ കൂടെ പറയും നിനക്ക് വാഹനങ്ങൾ തരും. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഭാവികാലം ഓർത്തവൾ പുഞ്ചിരിടുന്നു എന്ന സദൃശവാക്യത്തിൽ നമ്മൾ 31-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഭാവികാലം ഓർത്തുന്ന പകൽക്കാലം പുഞ്ചിരിടുക. നിന്റെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിലയേറിയ വാഗ്ദത്തം. ആത്മീകം മാത്രമല്ല, ഭൗതികവും വിലയേറിയ വാഗ്ദത്തം. ഈ ലോകത്തിൽ നിന്നെ അനുഗ്രഹിക്കാമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തം തന്നെയാണ്. നിന്റെ കഷ്ടങ്ങൾ നിന്റെ തലമുറയിൽ കൂടെ മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ശബലതലമന ഘടക ശംഭവരതലമന ഘടക ദുരമന ഘടകസിയ. 12-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 15-ന്റെ വാക്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിനൊരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. See, hallelujah, when the sun was going down, verse 12, a deep sleep fell upon Abraham. Genesis 15:12. Yes. And behold, terror and great darkness fell upon him. നിന്റെ ജീവിതത്തിൽ ഭീതിയും അന്ധതമസ്സും ഗാഢനിദ്രയും ഒക്കെ വരുന്ന സമയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭയത്തോടുകൂടി ഉറക്കളച്ച എത്രയോ രാത്രികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഒന്ന് ഇരുട്ടി വിളപ്പിക്കാൻ ബുദ്ധിമുട്ടി എത്ര രാത്രികൾ കാണും. സ്തോത്രം. സംഗീതക്കാരൻ പറയുന്നത് പോലെ ഉഷസാകുവോളം യഹോവയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു. എപ്പോൾ രോഗികളെ പരിചരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും എങ്ങനെയാലും നേരം വെളുത്താൽ മതി, അമ്മച്ചി രാത്രി ഉറങ്ങത്തില്ല, അപ്പച്ചൻ ഉറക്കമില്ല, ശരീരത്തിൽ സ്വസ്ഥതയില്ല. നേരം വെളുക്കാൻ ആഗ്രഹിക്കുന്ന രോഗികൾ ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തമുള്ളവനാണ്, പ്രാർത്ഥനാ മനുഷ്യനാണ്, ഭക്തനാണ്, ദൈവം പറഞ്ഞപ്പോൾ സകലതും വിട്ട് ഇറങ്ങിയവനാണ്. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഗാഢനിദ്ര പിടിക്കുന്ന സമയത്ത് ഭയവും ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല, എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് അറിയത്തില്ല, മക്കളില്ല, ഭാവി അറിയത്തില്ല, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമല്ലേ? So anxiety was gripping their hearts. Abraham was, so much afraid. Fear and fretness and frustration was gripping him. Hallelujah. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. അപ്പോൾ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോകും. അവസാനത്തെ ദൂത് നമുക്ക് ഇഷ്ടമാണ്. വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോകും. അതിനു മുമ്പ് പ്രവാസികളായിരിക്കും. മക്കളാരെങ്കിലും പ്രവാസികളായി കഴിയുന്നുണ്ടോ? ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവരെ ഞങ്ങൾ പറയുന്ന പ്രവാസികളെന്ന്, അല്ലേ? പ്രവാസി മലയാളികൾ. സ്തോത്രം. അവർ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഈ പെട്ടിക്കണക്കിന് സാധനം കൊണ്ടുവരും. നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ ഒരു വർഷം മുഴുവൻ അവരെ സേവിച്ചിട്ട് ഈ പെട്ടിക്കകത്ത് കൊണ്ടുവരുന്ന മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ മക്കൾക്കൊരു അനുഗ്രഹം ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു കാലഘട്ടം പ്രവാസികളായി ജീവിക്കുകയാണ്. പക്ഷെ അത് കഴിയുമ്പോൾ സമ്പത്തോടുകൂടി പുറപ്പെടും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇന്ന് പകൽ ചിലരുടെ ആത്മാവ് ദൂത് പറയുന്നു. ഒരുപക്ഷെ നിന്റെ ബാങ്ക് ബാലൻസ് നിന്റെ റോക്ക് ബോട്ടത്തിലെത്തി നിൽക്കുമായിരിക്കാം. നിന്റെ പേഴ്സിനകത്ത് എണ്ണി തിട്ടപ്പെടുത്താവുന്ന പണമേ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ സ്ഥിതികൾ ഞാൻ മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് ദൂത് പറയുകയാ. ശബലതലമന ഘടക ശംഭവരതലമന. കർത്താവിനെ ഒന്ന് കരമടിച്ചൊന്ന് ആരാധിച്ച് ആ ദൂതം ഏറ്റെടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയുടെ സ്ഥിതി മാറാൻ പോവുകയാ. നിന്റെ സ്ഥിതി അവരിൽ കൂടെ മാറാൻ പോവുകയാ. ഹല്ലേലൂയ. ഈ പറഞ്ഞ ദൂത് ഇസ്രായേൽ മക്കള് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഓർത്തു. അതാണ് യഹോവയെ ഓർപ്പിക്കുന്നവൻ. നീ ഓർപ്പിച്ചുണർത്തി പ്രാർത്ഥിക്കണം. പക്ഷെ ദൈവം നിന്നോട് പറഞ്ഞ ഉടമ്പടി ദൈവം ഓർക്കുന്ന ദൈവമാണ്.
പുറപ്പാട് പുസ്തകം 2:24 നമ്മൾ വായിച്ചത്. God heard their groaning and he remembered his covenant with Abraham, with Isaac and with Jacob. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. സീസണൽ ദൈവമല്ല. ഒരു സ്തോത്രം പറഞ്ഞു. He is not a seasonal God. He is not a regional God. He is not ലിറ്റിൽ ടിൻ ഗാഡ്. ഈ ദൈവം ഒരു ഗോത്ര ദൈവമല്ല. ഈ ദൈവം ഒരു ലോക്കൽ ദൈവമല്ല. ഈ ദൈവം ഏക സത്യ ദൈവമാണ്. പ്രപഞ്ചത്തെ വാക്കുകൊണ്ട് നിർമ്മിച്ച ദൈവം, പ്രപഞ്ചത്തെ വിരൽത്തുമ്പിൽ അമ്മാനമാടുന്ന ദൈവം, സപ്തസാഗരങ്ങളെ ഹല്ലേലൂയ വാക്കുകൊണ്ട് നിർമ്മിച്ചവനായിരിക്കുന്ന ദൈവം, ഭൂമിയുടെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിച്ച് സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവൻ, ഹല്ലേലൂയ ആഴിയുടെ പരിമാണം എടുക്കുന്നവനായ ദൈവം, ആകാശത്തിൻ്റെ അളവെടുക്കുന്നവനായ ദൈവം. ഈ ദൈവമാണ് ഇന്ന് പകൽ നിന്നെ വിളിച്ചത്. അവിടെ പാട്ടുകാരൻ പാടുന്നത്, നിന്നെ വിളിച്ചവൻ. സ്തോത്രം. കോയറൊക്കെ ഇവിടെ വന്ന് കെബിനൊക്കെ ഇവിടെ ഇരുന്നാൽ നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓ റബല ഹന്തന രഗജന രഗജന ഘടക ശംഭവ നഗടഗജന ധനഘടക. ഒന്ന് കർത്താവിലൊന്ന് ബലപ്പെട്ടാട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, സാന്ത്വന രഗജന രഗട, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ നിന്നെ കൈവിടുകയില്ലെന്ന് ദൈവാത്മാവ് ഇന്ന് പല ഇടപെടുകയാണ്. അബ്രഹാമേ, ഊരിൻ്റെ പ്രദേശങ്ങളിൽ ദൈവ ശബ്ദം കേട്ട് അന്യ ദൈവങ്ങളെ വിട്ട്, പാരമ്പര്യ ദൈവങ്ങളെ വിട്ട്, പാരമ്പര്യ കുലദൈവങ്ങളെ വിട്ട് നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഇറങ്ങി തിരിഞ്ഞ അബ്രഹാം. ഒന്നും കണ്ടിട്ടല്ല, ഡെസ്റ്റിനേഷൻ പറയാതെ വിളിച്ചാൽ നമ്മുടെ പിള്ളേർ പോലും നമ്മുടെ കൂടെ വരത്തില്ല. ദൈവത്തിന് എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിക്കും. പ്രീസ്കോ. പക്ഷെ അബ്രഹാമിനോട് ദൈവം എങ്ങോട്ടാ പോകുന്നു പറഞ്ഞില്ല കേട്ടോ. ഞാൻ കൂടെയുണ്ട്, ഞാൻ വിളിക്കുക, എൻ്റെ കൂടെ വാ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. നമ്മുടെ ഒന്ന് വിശ്വാസം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവത്തിന് ഓർക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. God made a covenant with Abraham, and down the line from generation to generation he renewed the covenant. The same God made a covenant with Isaac and Jacob down the line. നമ്മൾ വിചാരിക്കും എൻ്റെ കർത്താവ്, എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും പേരക്കിടാങ്ങളൊക്കെ ഈ വിശ്വാസത്തിൽ കാണുമോ? കാണും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം വ്യാപരിക്കട്ടെ. യുവതലമുറകളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ യൂത്ത്സിന്റെ മേലും ചിൽഡ്രന്റെ മേലും ദൈവത്തിന്റെ കരം വ്യാപരിക്കട്ടെ. ആമേൻ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ അന്ത്യം വരെ വാഴുവാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. അന്ത്യം വരെ വാഴുവാതെയവൻ താങ്ങി ചേർന്ന് പാടാം. പൊൻകരത്താ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചിലപ്പോൾ ദൈവമക്കൾക്ക് തോന്നും, ഇപ്പോഴും പാരമ്പര്യ ശക്തികൾ എന്നെ പിന്തുടരുകയാണ്. ഞാൻ വിട്ട കുലദൈവങ്ങളും കുടുംബദൈവങ്ങളും പാരമ്പര്യ ശക്തികളും പരശതം ദേവതകളുമെല്ലാം എന്നോട് പോരാടുന്നു. നിന്റെ ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ ഇതൊന്നും ഒരു ഇരയല്ല. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് ആർപ്പിട്ട് ദൈവത്തെ ആരാധിച്ചാട്ടെ. പോരാ 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 പോരാ. ഞാനാകുന്നവൻ ഞാനാകുന്നു.
I am that I am. Oh, Holy Spirit, move in a mighty way. Ruga baba baba samdala. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായപ്പോൾ നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. അബ്രഹാം ദൈവത്തെ കണ്ടിട്ട് അവൻ തലമുറ കഴിഞ്ഞിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ജോസഫിൻ്റെയും കാലം കഴിഞ്ഞു. അബ്രഹാമിൻ്റെ മകൻ ഇസാക്ക്, ഇസാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ മകൻ ജോസഫ്. ജോസഫിൻ്റെയും കാലഘട്ടത്തിന് ശേഷം ഒരു മോശയോട് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ഈ തലമുറയ്ക്ക് അറിയത്തില്ല ദൈവത്തിൻ്റെ പേര്. ദൈവത്തോട് ചോദിക്കുക, പേരെന്താ? ദൈവം പറഞ്ഞു, I am that I am. I am who appeared to you, your great grandfather Abraham. നിന്റെ വലിയ പിതാവായിരിക്കുന്ന അബ്രഹാമിന് പ്രത്യക്ഷനായി തീർന്ന നിന്റെ വലിയപ്പന്റെ ദൈവമാ ഇന്ന് പകൽ നിന്നോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? റൈഡൽ കമനദഗസിയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയും, come on, ദൈവത്തെ ആരാധിക്കാം. ഈ പുസ്തകം തലമുറയും അവരുടെ തലമുറയും എടുക്കും. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Come on, let the power of God fall upon the people now in the name of Jesus. Holy Ghost fire in the name of Jesus. ദൈവശക്തി ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. Rebuke the devil in Jesus name. എല്ലാ സർപ്പശക്തികളെയും യേശുവിൻ നാമത്തിൽ ശാസിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. Hallelujah. God remembered his covenant. പുറപ്പാട് 2:24 പറയുന്നു, ദൈവം ഉടമ്പടിയെ ഓർത്തു. പലരും വാക്ക് പറഞ്ഞാൽ മറന്നുപോകും, മാറിപ്പോകും. 4-5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വാക്ക് ഓർക്കാനായിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല. പക്ഷെ ദൈവം പറഞ്ഞു, അന്ന് ഞാൻ കൊടുത്ത വാക്ക് ഇപ്പം ഞാൻ ഓർക്കുന്നു. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നീ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി വന്നപ്പോൾ നിന്നോട് 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, 40 വർഷം മുമ്പ്, 37 വർഷം മുമ്പ് നിന്നോട് പറഞ്ഞ ദൂത് ഇന്ന് പകൽ ഓർക്കുന്നൊരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് ദൂത് പറയും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് ദൈവമാ പറഞ്ഞ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഓർത്തു. ഇസഹാക്കിനോട് കൊടുത്ത വാഗ്ദത്തം ഓർത്തു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ, അതുകൊണ്ട് എന്താ, നിങ്ങളെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ദൈവം വിടുവിക്കാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, വലിയ പിതാവായ അബ്രഹാമിനോട് ഉടമ്പടി ഓർത്തു. നമ്മൾ ഭക്തിയോടെ ദൈവത്തെ സേവിച്ചാൽ നമ്മുടെ മക്കൾ പുറപ്പാട് 20 പറയുന്നു, 1000 തലമുറ വരെ ദയ കാണിക്കും. ഇന്ന് വരെ അബ്രഹാമിൻ്റെ 1000 തലമുറ ആയിട്ടില്ല. ചേർന്ന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചില കുരുത്തക്കേടൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇവന്മാരെയൊക്കെ ദൈവം എന്താ അനുഗ്രഹിക്കുന്നത്? എൻ്റെ കാരണം എന്നറിയോ, വല്യപ്പൻ ചെയ്തതിൻ്റെയാ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ചിലർ വലിയ കഷ്ടത്തിൽ കൂടെ പോകുന്ന കാണുമ്പോൾ നമ്മൾ പറയും, വല്യപ്പൻ ചെയ്തതിൻ്റെയാ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തെ സേവിച്ചാൽ നമ്മുടെ മക്കളും നമ്മുടെ മക്കളുടെ മക്കളും അവരുടെ തലമുറയും 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടും. ദൈവവേലയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ദൈവദാസന്മാരെ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയ്ക്ക് വേണ്ടി വല്ലതും നീ ചെയ്തിട്ടുണ്ടോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? സ്തോത്രം എല്ലാം ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. കുറ്റം പറയാനും വിമർശിക്കാനും ദൈവദാസന്മാരെ ഉപദ്രവിക്കാനും ഭാരപ്പെടുത്തുവാനും ഒന്നും നീ പോകരുത്. നേരെ മറിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ഞാൻ ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയാൻ ദൈവം ലജ്ജിക്കുന്നില്ലെന്ന് യേശു കർത്താവ് പറഞ്ഞു. എനിക്ക് സന്തോഷമാണ്. ചിലർ പറയത്തില്ല, ചില പിള്ളേർ തെറ്റിപ്പോകുമ്പോൾ എനിക്കങ്ങനെ ഒരു മോനില്ല. ഹല്ലേലൂയ. അബ്രഹാമും ഇസാക്കും യാക്കോബും ജോസഫും എല്ലാം ദൈവത്തോട് ചേർന്ന് നടന്നതുകൊണ്ട് അവരുടെ ദൈവമെന്ന് വിളിക്കാൻ ദൈവം ലജ്ജിക്കുന്നില്ല. നമ്മുടെ മക്കളെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടാകട്ടെ. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഓ, നമ്മുടെ ദൈവം ഓർക്കും. ദൈവം ഓർത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ഉയർന്നുകൊണ്ടിരുന്ന വെള്ളം നിന്നു.
ആകാശത്തിൻ്റെ കിളിവാതിൽ ദൈവം അടച്ചു. ഭൂമിയുടെ സബ്റ്ററേനിയൻ വാട്ടേഴ്സിനെ ദൈവം അവിടെ സ്റ്റോപ്പ് ചെയ്തു. മുകളിൽ നിന്നും താഴെ നിന്നും ഒരുപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഭൂമി മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലായത്. പർവ്വതനിരകളും എല്ലാം വെള്ളത്തിനടിയിലായി. പക്ഷെ ദൈവം നോഹയെയും പെട്ടകത്തിനുള്ളതിനെ ഓർത്തപ്പോൾ എല്ലാം നിർത്തി. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ചില പ്രതി എൻ്റെ പാസ്റ്ററെ 4 വശത്തു നിന്നാണ് പ്രതികൂലം വരുന്നത്. ഈ ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലാകണമെങ്കിൽ 4 വശത്തുനിന്നും മുകളിൽ നിന്നും താഴെ നിന്നും ഉറവ തുറന്നെന്നാണ് വചനം പറയുന്നത്. ഇന്ന് കർത്താവ് ഒരു കാര്യം പറയുന്നു, ദൈവം ഓർക്കുന്ന നിമിഷത്തിൽ ചില പ്രതികൂലത്തിൻ്റെ ഉറവകൾ അടയാൻ പോവുകയാ. 4 വശത്തും വരുന്ന പ്രതികൂലം യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ അടയട്ടെ. ചൂടപരാജ വൈടകവേദ ധീമനമൗഡ സംഭവരാജ രക്തലരാജ സത്തലരാജ സംഭവരാജ. ഓ ചൂടപരച്ചൻ വൈടകരച്ചൻ വേദികരച്ചൻ അർത്ഥകരച്ചൻ സത്തലരാജൻ സംഭവരാജൻ സൈതകരാജൻ വൈടകരാജൻ ധൂമനബൗഡൻ സംഭവരാജൻ. അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മവരങ്ങളെ ജ്വലിപ്പിച്ചാട്ടെ. ഓ ചുടബലരകജന ഹത്താരാജ ധീമനബൗഡ സംഭവരാജ സൈതകരാജ വൈടകവേദ ധൂമനബൗഡൻ സന്തലരാജൻ രക്തലരച്ചൻ സത്തലരാജൻ സംഭവരാജൻ സൈതകരാജൻ വൈടകരാജൻ. ഹോളി സ്പിരിറ്റ് പവർ, ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് പകലിവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുടബലബലബലധർമ്മനഘടക സബലധർമ്മനഘടക ശന്തര പ്രവചന റിഗഥന അർത്ഥപ്രവചന റിഗഥന ഘടക ജനദിനി ഘടക പുരബലധർമ്മന ഘടക ശന്തലരബലക ജനത ഘടക സുസിയാന. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. God remembered his covenant. ദൈവം ഉടമ്പടിയെ ഓർത്തു. അടുത്തത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഹന്നയെ ഓർത്തു. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഓർക്കുന്നവനായ ദൈവം, മറന്നു പോകരുത്, ഓർക്കുന്നവനായ ദൈവം. 1 ശമൂവേൽ 1:19. 1 ശമൂവേൽ 1:19. 1 Samuel chapter 1 verse 19. The Lord remembered her. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? യഹോവ അവളെ ഓർത്തു. 1 വർഷം മുമ്പ് ദേവാലയത്തിൽ വന്നപ്പം ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചതാ. വീട്ടിനകത്ത് പെനീനയുടെ കുത്തുവാക്കുകൾ അല്ലേ? ഇവിടെ ആരാധിക്കാൻ പോകുന്നുണ്ട്, കുത്തുവാക്ക് കേട്ട് മടുത്തു. എല്ലാ ഇസ്രായേൽ മക്കളാ. ചിലർ ദൈവമക്കളെന്നൊക്കെ പേരുണ്ടെങ്കിലും കുത്തുവാക്ക് പറയുന്നതിനകത്ത് പ്രത്യേക ഡിക്ഷണറി തന്നെ സ്വന്തമായിട്ടുള്ളവരാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1:19 ഇംഗ്ലീഷില് ആൻഡ് 20 അല്ലേ? യഹോവ അവളെ ഓർത്തു. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവ അവളെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഓർത്തപ്പോൾ എന്താ സംഭവിച്ചത്? അത് പറഞ്ഞു പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോകാം. ഓർത്തപ്പോൾ അവളുടെ ഗർഭപാത്രം തുറന്നു. ദൈവം ഓർക്കുമ്പോൾ അടഞ്ഞതെല്ലാം തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സമയം വരുന്നുണ്ട്. അടഞ്ഞത് തുറക്കുന്ന ദൈവത്തിന്റെ സമയം വരാൻ പോവാ. And God answered Hannah's prayer and gave her a son, Samuel. ദൈവം ഓർത്താൽ ഒരു 1.5 ഓർപ്പാ. ആമേൻ. ദൈവം ഓർത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു മകനെ കൊടുത്തു. നല്ല മോൻ. ദൈവത്തിന് സ്തോത്രം. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ദാൻ മുതൽ ബർശേബ വരെ അവൻ പ്രസിദ്ധനായി മാറി. യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. ദാൻ മുതൽ ബർശേബ വരെ എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ വടക്ക് മുതൽ തെക്ക് വരെ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം നിന്റെ തലമുറയെ ഓർത്താൽ, ദൈവം നിന്നെ ഓർത്താൽ, ദൈവത്തിന് സ്തോത്രം, കളം മാറാൻ പോവുകയാണ്, അവസ്ഥ മാറാൻ പോവുകയാണ്, സ്ഥിതി മാറാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീർ വെറുതെ ആകത്തില്ല. കരയാത്തവർ കരഞ്ഞു പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ചെയ്യാത്തവർ ദൈവത്തിന് വേണ്ടി ചെയ്തോണം. ദൈവത്തിന് വേണ്ടി കൊടുക്കാത്തവർ കൊടുത്തോണം. നിന്നാലാവോളം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി ചെയ്തോ. അങ്ങനെയുള്ള അമ്മമാരുടെ അപ്പന്മാരുടെ മക്കളാ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അനുഗ്രഹം വെറുതെ വരികയില്ല. യാക്കോബ് ഒരു തീരുമാനമെടുത്തു. ഞാൻ പോകുന്ന വഴിയിൽ എന്നെ കാക്കുകയും ധരിപ്പാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും തന്ന അപ്പൻ്റെ വീട്ടിലേക്ക് ക്ഷേമമായി മടക്കി വരുത്തിയാൽ കർത്താവ് എനിക്ക് ലഭിക്കുന്നതിലൊക്കെ 10%
ദൈവത്തിന് തരും. ഈ കല്ല് നിർത്തിയിരിക്കുന്നിടത്ത് ഞാനൊരു ആലയം പണിയും. ഡു യു ഹാവ് ദ വിഷൻ? ദൈവരാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ ദർശനമുണ്ടോ? കിട്ടുന്ന ദശാംശം കൊടുക്കുന്നുണ്ട്. ഇനി ചുമ്മാ പള്ളിക്ക് പിരിവും കൂടെ ചോദിച്ചേക്കല്ലേ. സ്തോത്രം. യാക്കോബ് പറഞ്ഞ അനുസരിച്ച് വെച്ചടി വെച്ച് കയറ്റമായിരുന്നു. ദൈവത്തിന് കൊടുത്തിട്ട് ആരും മുടിഞ്ഞിട്ടില്ലെന്ന് വരെ. ദൈവത്തിന് കൊടുത്തിട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ദൈവത്തിന് കൊടുത്താൽ ഇത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇരട്ടപ്പെരുക്കമായി ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വർധനവിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുക. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ രണ്ട് ദൈവദാസന്മാർ തമ്മിൽ, ഞാൻ ദശാംശമൊന്നും പറയാറില്ലല്ലോ, രണ്ട് ദൈവദാസന്മാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ പാസ്റ്റർമാർ തമ്മിൽ ചോദിച്ചു, ആർ യു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ചർച്ച് ടൈത്തേഴ്സ്? നിങ്ങളുടെ ചർച്ചിലെ എല്ലാ ആൾക്കാരും കൃത്യമായി ദശാംശം കൊടുക്കുന്നവരാണോ? മറ്റേ പാസ്റ്റർ പറഞ്ഞു, ചിലർ പിന്നെ തരും, ചിലർ കുറച്ച് സഭയെ തരും, ബാക്കി കർത്താവ് കളക്ട് ചെയ്യും. അങ്ങനെ തന്നെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിങ്ങനെ ദൈവം പല കിളിവാതിലൊക്കെ തുറക്കും, ആശുപത്രിയിലും വേറെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ അത് കളക്ട് ചെയ്യും. ബാക്കി ചിലർ മൊത്തം ഇവിടെ കൊണ്ടുവരും, ചിലർക്ക് കർത്താവ് ഇങ്ങനെ ബാക്കിയുള്ളത് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആകരുത്. ദൈവത്തിന് കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് കൊടുക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതിലും മറ്റുള്ളവർ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നതിനൊക്കെ നിനക്ക് ഉത്സാഹം വേണം. ഉത്സാഹത്തോടെ കർത്താവിനെ സേവിച്ചാൽ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എവിടെയെങ്കിലും നിങ്ങളുടെ ഉറവ അടഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ദിവസം പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ടക്കെന്ന് ഉറവകൾ തുറക്കും. ചേർന്ന് സ്തോത്രം പറഞ്ഞേ. ഒരു സാധ്യതയില്ലാത്തടത്തായിരിക്കും ജോലിയിൽ പ്രമോഷൻ മക്കൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് വഴി തുറക്കുന്നത്, പ്രതീക്ഷിക്കാത്ത നന്മ വരുന്നത് ഒക്കെ സംഭവിക്കും. ദൈവത്തിനുണ്ട് വിശ്വാസത്തോടെ തീരുമാനമെടുത്ത് നീ ചിലത് ചെയ്യുമ്പോൾ ദൈവിക ഉറവകൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു കീ നിങ്ങൾക്ക് പറഞ്ഞു തരുവാ ഞാൻ. ദൈവത്തിന് സ്തോത്രം. കൊടുത്തിട്ട് പിറുപിറുക്കരുത്, കൊടുത്തിട്ട് കണക്ക് പറയരുത്. ഒരു സ്തോത്രം പറയാമോ? അത് ശാപമാണത്, ബന്ധനമാണ്. ദൈവം നിനക്ക് തന്നിട്ടല്ല നീ കൊടുക്കുന്നത്. പണ്ടൊരാൾ പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു 10 ലക്ഷം രൂപ കിട്ടാൻ പ്രാർത്ഥിക്കുക, ഞാൻ പാസ്റ്റർക്ക് 1 ലക്ഷം രൂപ തരാം. ഇപ്പം ഞാനല്ല, വേറെ ദിവസം ഈ 10 ലക്ഷം ഇവന് കിട്ടാൻ വേണ്ടി ഒരുപാട് ഇരുന്ന് കരയണം, എന്നാലേ കിട്ടത്തുള്ളൂ. പിന്നെ അവൻ്റെ ഈ 1 ലക്ഷം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി അതിനേക്കാൾ കൂടുതൽ കരയണം. അതിനേക്കാൾ നല്ലത് 1 ലക്ഷം നേരിട്ടെങ്കിലും ദൈവം തരുവാണെങ്കിൽ പിന്നെ വേറെ കുഴപ്പമില്ലല്ലോ. അപ്പം എനിക്ക് 1 ലക്ഷം കിട്ടാൻ ഞാനങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ. മനസ്സിലാവുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. സ്തോത്രം വന്നില്ല. പല സ്ഥലങ്ങളിലും ദൈവദാസന്മാർ ഈ ഓഫറിങ് എടുക്കുന്നതിന് മുമ്പേ കിടന്ന് ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഭ്യാസം ഇറക്കിയിട്ടാണ് ഇതിനകത്തോട്ടൊന്ന് വീഴുന്നത്. ഞാനിവിടെ പറയാറില്ല. ഇത് ഞെക്കി ഈ നമ്മുടെ നാട്ടിൽ മലയാളികൾ ടൂത്ത് പേസ്റ്റ് തീർന്നു കഴിയുമ്പോഴത്തേന് അവസാനത്തെ ഞെക്കി പുറത്ത് ചാടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതുപോലെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് മേടിക്കാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. ദൈവത്തിന് കൊടുക്കണമെങ്കിൽ ഇനി ഈ ടൂത്ത് പേസ്റ്റ് ചിലർ കതകിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞെക്കി പുറത്ത് അവസാനത്തെ ഡ്രോപ്പും പുറത്തെടുക്കും. കടയിൽ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ടല്ലേ, ആർക്കും ദാരിദ്ര്യം ഉണ്ടായിട്ടൊന്നുമല്ല. മലയാളിയെക്കുറിച്ച് വെച്ച് എങ്ങനെയാണ് പറയാറുള്ളത്? പ്രൈസ് ദി ലോർഡ്. പണ്ടൊരാൾ ചോദിച്ചു, മലയാളി നിങ്ങളൊരു ബ്രഷ്, അമേരിക്കക്കാരോട് ചോദിച്ചു ടൂത്ത് ബ്രഷ് എത്ര നാൾ ഉപയോഗിക്കുക? അവനാണ് 2 മാസം 3 മാസമൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. ജപ്പാൻകാർ അതുപോലെ 1 മാസം അങ്ങനെയൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. മലയാളിയോട് ചോദിച്ചാൽ എത്ര നാളെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് തേയുന്നിടം വരെ പല്ല് തേക്കും, അതിന് ശേഷം പിന്നെ ഡൈ ചെയ്യാൻ ഉപയോഗിക്കും, പിന്നെ പാത്രം കഴുകാൻ ഉപയോഗിക്കും, വേറെ പല സാധനത്തിനും ഉപയോഗിക്കും. മാക്സിമം യൂട്ടിലിറ്റി തിയറിയിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ദാറ്റ്സ് എ തിയറി. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആമേൻ. ദെർ ഇസ് എ ഗോഡ് ഹു റിമെമ്പേഴ്സ് യു. നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. പെട്ടെന്ന് ഡൗൺ ആയെന്ന് തോന്നുന്നു അല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് കൊടുത്തിട്ട് നീ കഷ്ടപ്പാടിലും കടത്തിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ ഇത് യോഗം കഴിയുമ്പോൾ എന്നെ ഒന്ന് കണ്ടേക്കണം. നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. കർത്താവ്, ഈ പരിപാടി മേലെ കാണിച്ചു പോരുത്, മര്യാദയ്ക്ക് കൊടുത്തോളൂ. ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടി. ഹലോ, കൊടുക്കാഞ്ഞിട്ട് വല്ല വിഷയമാണെന്നുണ്ടെങ്കിൽ, വെളിപ്പെട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനും തയ്യാറാകണം. സ്തോത്രം.
പ്രവാചകന്മാർ വരുമ്പോൾ ചിലർ കർത്താവ് ഇടപെടണേ, വെളിപ്പെടുത്തണേ, വേറെ ചിലർ പ്രാർത്ഥിക്കും കർത്താവ് വെളിപ്പെടുത്തരുത്, ഇടപെടരുത്, ഈ വിഷയത്തിനകത്ത് കർത്താവ് മറച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവ ഓർത്തു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 54-55 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 54-55 വാക്യങ്ങൾ. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. മറിയ പറയാണ്, ഒരു പാട്ട് പാടുകയാണ് യേശു ജനിച്ചപ്പം. ഇത് ഇന്നും ഇന്നലെയൊന്നും പറഞ്ഞ ദൂതല്ല, വാക്തത്വമല്ല. നമ്മുടെ വലിയ പിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്തത്വം ഓർത്തതാണ് ഇപ്പൊ ക്രിസ്തു ജനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി അല്ലേ? ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, തലമുറ തലമുറയായി ഈ ദൈവം നമ്മുടെ ദൈവമാ. കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക പലരും. ഇതിൻ്റെ എല്ലാ അനുഗ്രഹം തലമുറകളിൽ വരാൻ പോവാ. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശബലതരമനഘടക ശംഭവരതലമനഘടക സദലരജാനഘടകജന ഔനാത്മാവിലൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. റബസ്കമന ദിബന്ധന രഗജന റികാലഘടക. കർത്താവിന് വേണ്ടി നന്നായിട്ട് ആരാധിച്ചു, കർത്താവിന് വേണ്ടി നന്നായിട്ട് കൊടുത്തു. ഇതിൻ്റെ എല്ലാ അനുഗ്രഹം നിന്റെ തലമുറ തലമുറയായി ആമേൻ വരാൻ പോവുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 17-ാം വാക്യം ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ബാബേൽ പ്രവാസത്തോളം 14, 1000 തലമുറ വരെ ഓക്കാന്നാ പറഞ്ഞു. മൊത്തം ഇപ്പൊ എത്രയേ ആയുള്ളൂ? സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. എത്ര തലമുറയായി? മാത്സ് പഠിച്ച ആരും ഇല്ലയോ? ഞാൻ മാത്സ് അല്ല പഠിച്ചത്. എല്ലാവരും പെട്ടെന്ന് സ്തംഭിച്ചു. പക്ഷെ ചോദ്യം ചോദിക്കും, കടങ്കഥയിൽ ചോദ്യമില്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് 1000 തലമുറ വരെ ദയ കാണിക്കുന്നു പറഞ്ഞ ദൈവം ദയ കാണിച്ചിരിക്കും. വിലയേറിയ വാക്തത്വങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, വിലയേറിയ വാക്തത്വങ്ങൾ. നാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ അതും കൂടെ പറഞ്ഞ് നിർത്താം. സ്തോത്രം. ഈ ദൈവം വാക്തത്വങ്ങൾ വിശ്വസ്തനാണ്, വാക്തത്വം ഓർക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 7 വിലയേറിയ വാക്തത്വങ്ങൾ, 4 ഞാൻ കാണിച്ചത്, 7 വിലയേറിയ വാക്തത്വങ്ങൾ തന്നിട്ടുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. 2-3 വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. 7 വിലയേറിയ വാക്തത്വങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ശിഷ്യന്മാരുടെ എല്ലാം മനസ്സ് കലങ്ങാൻ തുടങ്ങി. എന്താ കാര്യം? ലേവി വിചാരിച്ച് കാണും നല്ല ഇൻകം ടാക്സ് ജോലിയായിരുന്നു, അത് വിട്ടേച്ച് ഇറങ്ങിയത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇപ്പം ഞാൻ പോവുകയാണെന്ന്. സ്തോത്രം. പത്രോസും യോഹന്നാനും എല്ലാം വിചാരിച്ചു നല്ല മീൻ പിടിച്ചാണേലും ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു തൊഴിലും ഇല്ല, കൂലിയും വേലയില്ല, ഇനിയിപ്പം പഴയ തൊട്ട് ചെയ്യാനൊട്ട് അറിയത്തുമില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കുറേ നാൾ സുവിശേഷ വേലയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ പഴയ തൊട്ട് ഓർമ്മയില്ലല്ലോ. അവരുടെ ഹൃദയം കലങ്ങാൻ തുടങ്ങി. പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, ഞാനൊരു വലിയ ഭവനം നിങ്ങൾക്ക് ഒരുക്കാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇത് പ്രോമിസ് ഓഫ് എ ഹെവൻലി ഹോം. 1-ാമത്തെ വാക്തത്വം യോഹന്നാന്റെ സുവിശേഷം. നിങ്ങളിത് നോട്ട് ചെയ്തോണം. 14-ാം അധ്യായത്തിൽ 7 വാക്തത്വം പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പല വാക്തത്വം കിട്ടുന്നുണ്ട്. ജോലി കിട്ടും, സ്ഥിതി മാറും, അതൊക്കെ നമുക്ക് സന്തോഷമാണ്. ഇതിനേക്കാളെല്ലാം വലിയൊരു വാക്തത്വം, ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, അതിനുള്ള വീട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ചേർന്നൊരു സ്തോത്രം പറഞ്ഞേ. ആൽപ്പാറ IPC ചർച്ചിൽ പണ്ട് കറിയാച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു. അവിടെ അടക്ക ശുശ്രൂഷ നടക്കുമ്പോൾ PM ഫിലിപ്പ് പാസ്റ്ററാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം സ്വർഗീയ ഭവനത്തെക്കുറിച്ചെല്ലാം പ്രസംഗിച്ചു.
കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ആ പ്രസംഗം ഇങ്ങനെ തീരാറായ സമയത്ത് അവിടുത്തെ MLA വന്നു, ഫ്രാൻസിസ് എന്ന് പറഞ്ഞ MLA. അദ്ദേഹം പ്രസംഗം മുഴുവൻ കേട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ഇതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കറിയാച്ചേട്ടൻ സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രസംഗം മുഴുവൻ കേട്ടില്ല. അപ്പോൾ പുള്ളി വിചാരിച്ചത് ഈ സ്ഥലം ഒരുക്കുന്നത് കറിയാച്ചേട്ടനാണെന്നാണ് വിചാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. കറിയാച്ചേട്ടൻ നമുക്ക് ആർക്കും വേണ്ടി സ്ഥലം ഒരുക്കാൻ പോയിട്ടില്ല. യേശു പറഞ്ഞു, ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനായിട്ട് ഞാൻ പോയിരിക്കുകയാണ്. ചിലരൊക്കെ ഇതുപോലെ ഈ പ്രസംഗത്തിനിടയിൽ നിന്ന് ഉറങ്ങും, അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്യം കേൾക്കും, എന്നെ കുത്തിയ പാസ്റ്റർ പറഞ്ഞത്. മുഴുവൻ കേട്ട് നോക്കൊന്നുകൂടെ, ഒരു സ്തോത്രം പറഞ്ഞോട്ടെ. അതിന് മുമ്പ് പറഞ്ഞത് വേറെ കാര്യങ്ങളാണെന്നേ. പ്രൈസ് ദി ലോർഡ്. നിയമസഭയിൽ പണ്ടൊരിക്കൽ സ്തോത്രം ഒരു MLA ഇരുന്ന് ഉറങ്ങിപ്പോയി. വലിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കഷൻ മുഴുവൻ കേട്ടില്ല. ഇദ്ദേഹം ക്നാനായക്കാരെ പ്രതിനിധീകരിക്കുന്ന ആളായതുകൊണ്ട് പറഞ്ഞു, ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതിൽ ഒരാൾ ക്നാനായക്കാരനായിരിക്കണം. ഉറങ്ങിപ്പോയതാ. ഡിസ്കഷൻ എന്ന് പറയുന്നത് മൈസൂർ സൂയിൽ നിന്ന് 2 സീബ്രയെ തിരുവനന്തപുരം സൂയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചായിരുന്നു. 2 കേട്ടത്തുള്ളൂ. പുള്ളി ചാടി എഴുന്നേറ്റ് തൻ്റെ വംശത്തിന് അനുകൂലവാദി ആയതുകൊണ്ട് പുള്ളി ശക്തമായിട്ട് പറഞ്ഞു, അതിലൊന്ന് ക്നാനായക്കാരനായിരിക്കണം. അതുകൊണ്ട് യോഗത്തിനിടയിൽ ഉറങ്ങിപ്പോകരുത്. ദൂത് ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ ഉദ്ദേശിച്ചതൊന്നും നിങ്ങളായിരിക്കത്തില്ല കേൾക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. ഓ, വിലയേറിയ വാഗ്ദത്തങ്ങൾ. ഒന്ന്, പ്രോമിസ് ഓഫ് എ ഹെവൻലി ഹോം. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. 2, ദ പ്രോമിസ് ഓഫ് ആൻസേർഡ് പ്രയർ. യോഹന്നാൻ 14:13-14 വാക്യങ്ങളിൽ യേശു പറയുകയാണ്, സ്തോത്രം, എന്നോട് യാചിച്ചാൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. വിശ്വസിക്കുന്നുണ്ടോ? വാക്ക് പറഞ്ഞ മാറാത്ത കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ജോബോയ് പാസ്റ്റർ അല്ല പറഞ്ഞത്, തങ്കച്ചൻ പാസ്റ്റർ അല്ല പറഞ്ഞത്, ചാക്കോ പാസ്റ്റർ അല്ല പറഞ്ഞത്, ആമേൻ, ഏതെങ്കിലും പാസ്റ്റർമാരല്ല പറഞ്ഞത്. നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ യേശു കർത്താവ് പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഞാൻ ചെയ്തു തരും. ഞാൻ ചെയ്തു തരും. കർത്താവിൻ്റെ വാഗ്ദത്തം എന്തെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാട്ടെ. കർത്താവ് അത് ശരിയാക്കി തരാൻ പോവാ. കർത്താവ് അത് ശരിയാക്കി തരാൻ പോവാ. മൂന്നാമത്തെ കാര്യം, യോഹന്നാൻ്റെ സുവിശേഷം 14:16-17, വേഴ്സ് 16 and 17. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തമാണ് പറഞ്ഞത്. ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് പറയുക, വിലയേറിയ വാഗ്ദത്തത്തെക്കുറിച്ചാണ് പറയുക. 1, ഓർക്കുന്ന ദൈവം. 2, വിലയേറിയ വാഗ്ദത്തം നൽകി അത് പാലിക്കുന്ന ദൈവം. ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ദൂത്. ആമേൻ. ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്താ വാഗ്ദത്തം? ആൻഡ് ഐ വിൽ പ്രേ ദ ഫാദർ ആൻഡ് ഹി ഷാൽ ഗിവ് യു അനദർ കംഫർട്ടർ that he may abide with you forever, even the spirit of truth. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, എന്നേക്കും നിങ്ങളോടുകൂടെ വസിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നൽകും. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓ, ഇന്ന് നമ്മുടെ കൂടെ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരു കാര്യസ്ഥൻ നമ്മുടെ കൂടെയുണ്ട്. പിള്ളേരെ സ്കൂളിൽ വിടുമ്പോൾ പണ്ടത്തെ കാലത്ത് വലിയ വീട്ടിലൊക്കെ വലിയ തറവാടുകൾ കാര്യസ്ഥനെ കൂട്ടി വിടും. ഇന്ന് പകൽ ഓർത്തോണം, കർത്താവ് ഭൂമിയിൽ നിന്ന് പോയപ്പം കാര്യസ്ഥൻ്റെ കയ്യിൽ സഭയെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയെ ജയോത്സവമായി നടത്തുന്നത്. ഒരു പ്രതിസന്ധി വന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അവർ ഒന്നിച്ചൊരൊറ്റ നിലവിളി, ഒരു പ്രാർത്ഥന. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ കൂടിയിരുന്ന സ്ഥലം വീട് കുലുങ്ങത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. സുവിശേഷത്തിന് പ്രത്യാഘാതങ്ങളും വിഘാതങ്ങളും എതിരുകളും വരുമ്പോൾ നീ കൂടിയിരിക്കുന്ന സ്ഥലം കുലുങ്ങത്തക്ക നിലയിൽ മറുപടി നൽകുന്ന ഒരു പരിശുദ്ധാത്മാവ നിന്നെ നടത്തുന്നതെന്നുള്ളത് ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ 14:18-19 വാക്യങ്ങളിൽ ദ പ്രോമിസ് ഓഫ് ക്രൈസ്റ്റ് പ്രസൻസ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഐ വിൽ നോട്ട് ലീവ് യു കംഫർട്ട്ലെസ്. ആശ്വാസമില്ലാതെ ഞാൻ നിങ്ങളെ വിടുകയില്ല. ഐ വിൽ കം ടു യു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്ക വരും. നീ വിളിച്ചപേക്ഷിക്കുന്ന നിമിഷത്തിൽ നിന്റെ വീട്ടിനകത്ത് കർത്താവ് ഇറങ്ങി വരും. നീ അനുഭവിച്ചിട്ടില്ലേ? 4 യാമങ്ങളോളം ശിഷ്യന്മാർ തണ്ട് വലിച്ചു 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 കുഴയുകയാ. അവർ കുഴച്ചിലായി മാറിയപ്പോൾ
ഞങ്ങളെ രക്ഷിപ്പാൻ ആരുള്ളൂ യേശുവേ എന്നവർ നിലവിളിക്കുമ്പോൾ ഇതാ കടലലകൾക്ക് മീതെ പർവ്വത മുകളിൽ നിന്ന് ആമൻ പുത്രൻ തമ്പുരാൻ ഇറങ്ങി വരികയാ. ആമൻ ഉയർന്ന ആഞ്ഞടിക്കുന്ന കടൽ തിരകളെ പാദങ്ങൾക്ക് കീഴിലാക്കിക്കൊണ്ട് അവൻ വന്നപ്പോൾ തിരയടങ്ങി, കാറ്റ് ശാന്തമായി. അക്കരെ എത്തിയത് കൊണ്ട് അവർ സന്തോഷിച്ചു, കരമടിച്ച് സ്തോത്രം പറഞ്ഞാട്ട്. അനാഥരായി വിടാത്ത ദൈവം, ഓളങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നവൻ, തിരമാലയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നവൻ, പ്രതികൂല കാറ്റുകളെ ശാന്തമാക്കുന്നവൻ. ഹല്ലേലൂയ. 14:21 The promise of revelation. അടുത്ത വാക്തത്വം, I will manifest to him. ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. വലിയ വിഷയമാണ്, അതിന്ന് പ്രസംഗിക്കാൻ സമയമില്ല. ആർക്കാ തന്നെ തന്നെ കർത്താവ് വെളിപ്പെടുത്തുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? യേശു കർത്താവ് പറയുക, ഞാൻ എന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. യേശുവിൻ്റെ നെഞ്ചിനോട് ചാഞ്ഞുകൊണ്ടിരുന്ന യോഹന്നാന് തൻ്റെ മുഴുവൻ വ്യക്തിപ്രഭാവത്തിലും എന്ന് വേണം നമുക്ക് പറയാം, പത്മോസിൽ കർത്താവ് ഇറങ്ങി വന്ന് വെളിപ്പെടുത്തി. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ്. ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ല യോഹന്നാൻ കണ്ടത്, ഉയർത്തെഴുന്നേറ്റവനെയാണ്. ഇന്ന് പകൽക്കാലം 14:23 പ്രോമിസ് ഓഫ് ദ ഫാദേഴ്സ് ലവ് വായിക്കണ്ട. പിതാവിൻ്റെ സ്നേഹം അവൻ വാഗ്ദത്തം ചെയ്തു. 14:27 കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ലോകം തരുന്ന ഏറ്റവും വലിയൊരു വാഗ്ദത്തം. ഇന്ന് ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ്, ഐ ഗീവ് യു പീസ്. ഹല്ലേലൂയ. 7 കാര്യങ്ങൾ. ഇന്ന് പകൽ സമയ ചുരുക്കം കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഓ ഹല്ലേലൂയ. ഇമ്പവിടതിൽ ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ ശീലുകൾ പാടി നമുക്കൊന്നിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വേഗം നാം ചെന്നിടും കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് വലിയ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഓ ഹല്ലേലൂയ. വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശു വരാൻ കാലമാ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമാ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും
യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നാം കേട്ടല്ലോ, നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് കർത്താവ് നമ്മോട് ഇടപെടുവാൻ വേണ്ടി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. രാജൻ ബാസ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും ഈ സമയത്ത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വിശുദ്ധ സഭായോഗം ഞങ്ങൾക്ക് തന്നു. രാവിലെ പ്രാരംഭം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയും കൃപയും ഞങ്ങളുടെ മേൽ പകർന്നു. ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധി ഞങ്ങളെ മറന്ന് ആരാധിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, ദൈവമേ, അബ്രഹാമിനെ ഓർത്ത ദൈവം, അതേ റാഹേലിനെ ഓർത്ത ദൈവം, ശമൂവേലിനു വേണ്ടി കരുതിയ ദൈവം, അതേ കർത്താവേ, ദാൻ മുതൽ ബർശബ വരെ ശമൂവേൽ പ്രസിദ്ധനായി തീർന്നു. ഹന്നായുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവരാജ്യത്തിന് പ്രയോജനപ്പെട്ടുവെന്ന് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. ആമേൻ. കർത്താവേ, ഇന്ന് പകൽ കേട്ട വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഏത് പ്രതിസന്ധിയിലാണോ, ഏത് പ്രതികൂലത്തിലാണോ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതാണോ, ഞങ്ങളെ ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വാക്കല്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു പറയുവാൻ ശ്രേഷ്ഠനായ സർവശക്തനായ ദൈവത്തിൻ്റെ വാക്ക് ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങൾ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ചേർന്നൊന്ന് ദൈവത്തെ സ്തുതിക്കാം. നല്ല ശബ്ദത്തിലൊന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച 18-ാം തീയതി രാവിലെ തിരുവനന്തപുരത്തുനിന്ന് ഒരു യാത്ര ആരംഭിക്കുകയാണ്. കാശ്മീർ വരെ എല്ലാ സ്റ്റേറ്റിലും പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ കൂടെ സെമിനാരി പഠിച്ച ഞങ്ങൾ 7 പേരാണ്. എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ്. ഇപ്പം നാളെ ചൊവ്വാഴ്ച രാവിലെ ആ യാത്ര ആരംഭിക്കുകയാണ്. എനിക്കും ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാണ്. അവരെല്ലാം 40-ന് താഴെയുള്ളവരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ പ്രായമുള്ളത്. അപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞാണ് ഞാനും കൂടെ കൂടിയത്. പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അപ്പം ഞാൻ അതിനു വേണ്ടി പോകുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ ഞാൻ ഇവിടെ വരാതിരുന്ന സമയത്തെല്ലാം ഞാൻ അട്ടപ്പാടി, സൂര്യനെല്ലി, മൂന്നാർ പ്രദേശങ്ങളിലായിരുന്നു. സുവിശേഷവുമായി പോയി ദൈവം കടന്നുപോയിടത്തെല്ലാം അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനിടയായി തീർന്നു. ഇന്നു പകലും എൻ്റെ കൂടെ ഞങ്ങൾ വളരെ ദീർഘമായ പരിചയമുള്ളതാണ്. സജി ബ്രദറും ഭാര്യയും കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചർച്ചിൻ്റെ ഇവിടെ ഉള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളും ഒത്തിരി സഭകളിൽ പോയിട്ട് ഞാൻ ഒരുപാട് സഭകളിൽ പോകുന്ന ആളാണ്. അവർക്കൊരു നല്ല സഭയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ല സഭയുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരികയാണ്. അങ്ങനെ അവരിന്ന് ഞാൻ പറഞ്ഞത് കേട്ട് ഇവിടെ വരാനിടയായി തീർന്നു. അതുപോലെ കർത്താവിൻ്റെ ദാസൻ സുധീന്ദ്രനാഥ്, ഞങ്ങൾ കണ്ണൂർ ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. പല പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയെല്ലാം തന്നു. കർത്താവിൻ്റെ ദാസനും എന്നോട് പറഞ്ഞു പാലാരിവട്ടത്ത് മോൻ എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ മോന് നല്ലൊരു ചർച്ചയിൽ വിടണം ഭാഷ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ചർച്ചുണ്ട്, ഒരു കുഴപ്പമില്ല, ഇവിടെ ആരെയും വിമർശിക്കോ പരിഹസിക്കോ ഒന്നുമില്ല, വരുന്നവർ വളരെ സുരക്ഷിതരായിരിക്കും.
അങ്ങനെ അദ്ദേഹം സുധീന്ദ്രനാഥും കർത്താവിൻ്റെ ദാസിയും മകനും ഇന്ന് വന്നിട്ടുണ്ട്. അവരുടെ വീട്ടിലും ഞാൻ പോയി താമസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. കർത്താവിൻ്റെ ദാസം വെളിയിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. മോനും ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, മോള് പഠിക്കുന്നു. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ ഒരു കൂട്ടായ്മ ഇന്ന് പകല് ദൈവം തന്നു. ഞാൻ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഞാൻ എല്ലാ ദിവസവും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി, മാഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ദൈവം ഏൽപ്പിച്ച കാര്യം ഞാൻ അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പോയാൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകരുത്. തണുപ്പ് കൂടുതലുണ്ടെന്ന് പറയുന്നു വടക്കേ ഇന്ത്യയുടെ ചില സ്ഥലത്തൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എന്നെ ദൈവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവസ്ഥാനയിൽ അപേക്ഷിച്ചുകൊണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് സുരേന്ദ്രനാഥ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു അമ്പലവാസി കുടുംബത്തിൽ, മാരാർ കുടുംബത്തിൽ, ചെണ്ടമുട്ടുന്ന സമുദായത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. എങ്ങനെ ഈ ജീവനുള്ള ദൈവത്തെ, യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, ഞാൻ എൻ്റെ അനുഭവ സാക്ഷി നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരു നിരാശ വന്നപ്പോഴാണ് ഞാൻ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചത്. ആ നിരാശ ശാപത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ ഈ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ചുറ്റിലുള്ള എല്ലാവരും ഈ ശാപത്തിൻ്റെ കീഴിലാണെന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ ഈ ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. എൻ്റെ 42 വയസ്സുള്ള ബ്രദറിൻലോന് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നാൽ നമുക്ക് അറിയാം 1997, അതായത് ഒരു 90% പോലും പ്രതീക്ഷയില്ല. ആ സമയത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. അവിടെ നിന്ന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ എൻ്റെ ബ്രദറിൻലോനെ അഡ്മിറ്റ് ചെയ്തു. 42 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പുകവലിക്കില്ല, മദ്യപിക്കില്ല, ചീട്ട് കളിക്കില്ല, യാതൊരു ദുർനടപ്പുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ വിധി വന്നു നമുക്കറിയുന്നില്ല. അങ്ങനെ ബഹ്റിനിലായിരുന്നു ഞാൻ ആ സമയത്ത്. എൻ്റെ ബ്രദറിലോന് ക്യാൻസറാണെന്ന് അറിഞ്ഞ് ഞാൻ ബഹ്റിന് തിരുവനന്തപുരം എൻ്റെ ബ്രദറിലോനെ കാണാൻ വേണ്ടി വന്നു. ഗംഗാധരൻ ഡോക്ടർ, നിങ്ങൾക്കെല്ലാം അറിയാം, ഫേമസ് ഡോക്ടർ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ എറണാകുളത്താണുള്ളത്. ഗംഗാധരൻ ഡോക്ടർ ഈ പേഷ്യൻറ്റിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇദ്ദേഹം 10 ദിവസം കൊണ്ട് മരിക്കും. അദ്ദേഹം വൈദ്യശാസ്ത്ര പ്രകാരം അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. ഡോക്ടർമാർ കളവ് പറയില്ല. 10ാമത്തെ ദിവസം എൻ്റെ ബ്രദറിലോ മരിച്ചു. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നിരാശയും നമ്മുടെ ഭാരങ്ങളും കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിന്, ഞാൻ ഒറ്റത്തടിയാണ്, ദൈവമേ ബ്രദറിലോ എൻ്റെ ജീവൻ കൊടുത്തിട്ട് എൻ്റെ ജീവൻ എടുക്കണം. എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അതുപോലെ പ്രാർത്ഥിച്ചതാണ്. കാരണം എൻ്റെ സിസ്റ്ററും 2 മക്കളും അവർ ആരുമില്ലാതെ അനാഥരായിപ്പോയി, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു. ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. 10ാമത്തെ ദിവസം മരിച്ചു. നാട്ടിൽ കൊണ്ടുവന്നു, ശവടക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണല്ലോ, ജ്യോത്സ്യരെടുത്ത് പോയി. അപ്പോൾ 14 12 പൊരുത്ത് വെക്കുന്ന ജാതകമായിരുന്നു. അപ്പോൾ ജ്യോത്സ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളങ്ങോട്ട് ഡീപ്പായിട്ടൊന്നും നോക്കൂല, ഈ ജാതകം കല്യാണം കഴിക്കാൻ ചേരും, അത്രമാത്രം നോക്കുള്ളൂ. അവർക്കൊന്നും അറിയില്ല, അത്രേ അറിയുള്ളൂ. 500 രൂപ കിട്ടാൻ വേണ്ടി അവർ ചെയ്തതല്ലേ. ചിലർ പറഞ്ഞു ശാപം, ചിലർ പറഞ്ഞു വിധി, ചിലർ പറഞ്ഞു ദൈവകോപം, ചിലർ പറഞ്ഞു തറവാട്ടമ്പലത്തിലെ ദോഷം. 5-6 മാസം കഴിഞ്ഞു, എല്ലാവരും അതൊക്കെ മറന്നു. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ചിന്ത, മുസ്ലിമിനൊരു ദൈവം, ഹിന്ദുവിനൊരു ദൈവം, ക്രിസ്ത്യാനിക്കൊരു ദൈവം, 3 ദൈവമുണ്ടോ അല്ല ദൈവമില്ലേ? അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. കാരണം ഡോക്ടർമാർ പറഞ്ഞു ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഗംഗാധരൻ ഡോക്ടർ കൂടെ റൗണ്ട്സിന് 5-6 ഡോക്ടർമാർ വരുന്നുണ്ട്. അതിലൊരു മുസ്ലിം ഡോക്ടറുണ്ട്. ഞങ്ങൾ അമ്പലവാസി ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവരാണ്. ചികിത്സിക്കാൻ വരുന്ന നേഴ്സ് ക്രിസ്ത്യാനിയാണ്. രാവിലെ 5 മണിക്ക് ഡെയിലി ബ്ലഡ് എടുക്കാൻ വേണ്ടി വരുന്നവർ ക്രിസ്ത്യാനിയാണ്. ഡോക്ടർമാർ പറഞ്ഞു ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന്. പക്ഷേ ആരും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്നില്ല.
എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല? ദൈവത്തിന് ജീവനുണ്ട് എന്ന് എത്ര പേർക്കറിയാം? നമ്മൾ വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നവർ പോലും പലപ്പോഴും ദൈവത്തിന് ജീവനുള്ള കാര്യം നമ്മളുടെ പ്രവൃത്തികളിൽ കൂടെ മറന്നു പോകുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഈ അനുഭവത്തിൽ വന്നിട്ട് 3 വർഷം ഇങ്ങനെ ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് അന്വേഷിച്ച് നടന്നൊരു വ്യക്തിയാണ്. എന്നോട് കേരളത്തിൽ ക്രിസ്ത്യാനികളില്ലാഞ്ഞിട്ടാണോ എന്നോട് ഇത് പറയാതിരുന്നത്? 35 വയസ്സ് വരെ ഞാനത് കേട്ടിട്ടില്ല. ബഹ്റൈനിൽ ഒരു ഹിന്ദു പെൺകുട്ടി എന്നോട് പറയുന്നത് യേശു ക്രിസ്തുവാണ് സത്യമെന്ന്. ഞാൻ 2 മാസം ആ കുട്ടീനോട് തർക്കിക്കും. ഞാൻ പറയും അവർ മതം മാറ്റം വന്നതെന്ന്, അല്ലെങ്കിൽ അവർക്ക് അമേരിക്കയിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവരിത് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഈ കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. ഞങ്ങൾ ഷെയറിങ് ഫാമിലി ആയിരുന്നു. ഒരു ദിവസം ഉച്ചക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയും, 1998 സൗദി അറേബ്യയിൽ നടന്ന ഒരു വീഡിയോ കാസറ്റ്, ഇതുപോലെയുള്ള ഒരു ഹാളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു കാസറ്റ് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോയെന്ന് ആ കുട്ടി എന്നോട് ചോദിക്കും. ഞാൻ മനസ്സോടെ ആ കാസറ്റ് കാണാൻ വേണ്ടി അതിൻ്റെ മുമ്പിലിരിക്കും. അതിൽ ദൈവദാസൻ പറയുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്നു. ഞാൻ എൻ്റെ 35-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് കേൾക്കുക ദൈവത്തിന് ജീവനുണ്ടെന്ന്. ഞാൻ അന്ന് രാത്രി വിചാരിക്കും, ഇങ്ങനെ ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ജീവനുള്ള ദൈവത്തെ എനിക്ക് വേണമെന്ന്. അതുകൂടാതെ 2 കാര്യം കൂടെ ദേവദാസൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന് പറയാം, നിങ്ങൾക്ക് സ്ഥിരം ജോലിയില്ലാത്തത് ശാപമാണെന്ന് പറയുന്നു. ബഹ്റൈനിൽ പോയിട്ട് എൻ്റെ അനുഭവം അതായിരുന്നു. അതുപോലെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 25,000 രൂപ ശമ്പളമുണ്ടെങ്കിൽ 2,000 രൂപ മിച്ചം വെക്കാൻ പറ്റും, ചിലർക്ക് 2,000 രൂപ കടം വരും, നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ അനുഭവം അതായിരുന്നതുകൊണ്ട് ഞാനന്ന് ഏറ്റെടുക്കും. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവായ യേശു എന്നെ രക്ഷിക്കണമെന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ മാനസാന്തരം. എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല. യേശു ക്രിസ്തു ആണ് ഈ പറയുന്ന ജീവിക്കുന്ന ദൈവം എന്ന് മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ പിറ്റേന്ന് ബഹറിൻ്റെ പ്രദേശത്ത് കണ്ടുമുട്ടുന്ന വ്യക്തികളോട് ഞാൻ പറയാൻ തുടങ്ങി, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. എനിക്ക് ബൈബിൾ എന്താണെന്ന് അറിയില്ല, ഞാൻ ആകെ ഈ ഒരു ദൈവവചനം മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുപോലെ 2000 ഈ സംഭവം. 2000 മാർച്ച് 26 ഈ മാർച്ച് 26 ആകുമ്പോഴേക്ക് 25 വർഷമായി. ഞാൻ അതിന് ശേഷം നാട്ടിലുള്ള എല്ലാവർക്കും കത്തെഴുതി. ഇന്നത്തെ കുട്ടികൾക്ക് കത്തെഴുതുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല. ബഹ്റൈനിൽ ഒരു കത്തെഴുതിയാൽ 15 ദിവസം എടുക്കും അത് അന്ന് ഇന്ത്യയിലെത്താൻ. അവിടുന്ന് ഒരു കത്തെഴുതിയാൽ 15 ദിവസം എടുക്കും തിരിച്ച് ബഹ്റിലെത്താൻ. ആ ഒരു കാലത്ത് ഞാൻ എല്ലാവർക്കും യേശുക്രിസ്തുവിനെക്കുറിച്ച് കത്തെഴുതി. കാരണം അസത്തോമ സത്ഗമയ, മൃത്യോമ അമൃതംഗമയ, തമസോമ ജ്യോതിർഗമയ. ഋഷിമാർ പണ്ട് പ്രാർത്ഥിച്ചതാ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നോടൊരു ക്രിസ്ത്യാനി ഇതൊന്നും പറഞ്ഞു തന്നതല്ല, ഞാൻ സ്വയം ഒരു ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ ഈ പുസ്തകമുണ്ട്, പക്ഷേ ചിലർ മാത്രം ഞായറാഴ്ച അത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞായറാഴ്ചയും എടുക്കുന്നില്ല. എന്നാൽ ഇത് ദിവസവും പഠിക്കേണ്ട പുസ്തകമാണ്. യേശുക്രിസ്തു വചനം ജഡമായി തീർന്നു. ആ വചനം തന്നെയാണ് ഇത്. യേശുക്രിസ്തു ആണിത്. എത്ര പേർക്ക് ഇതറിയാം? നമ്മളിത് താഴെ വെക്കേണ്ട സാധനമല്ല, എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിൻ്റെ വില നമുക്ക് മനസ്സിലാവാതെ കൊണ്ടാണ്. ദൈവദാസൻ പറഞ്ഞില്ലേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാണ്, ഞാൻ സർവ്വവ്യാപിയായ ദൈവമാണ്, ഞാൻ സർവ്വജ്ഞാനിയായ ദൈവമാണ്. നമ്മളിത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെത്തില്ല. പക്ഷേ ദൈവം വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തന. ഭൂമിയിൽ വെച്ച് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ വരാമെന്ന് പറഞ്ഞ ദൈവം ഇന്നിതിന് നടുവിലുണ്ട്. നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല, എന്നാൽ ഈ ദൈവം ജീവിക്കുന്നു. എൻ്റെ പ്രയാസം, എനിക്ക് സമാധാനമുണ്ടായിട്ടില്ല ജീവിതത്തിൽ. ഞാൻ യേശുക്രിസ്തുവിനോട് എന്ന് പ്രാർത്ഥിച്ചോ അന്നാണ് എനിക്ക് സമാധാനം കിട്ടിയത്. സമാധാനമില്ലാത്തവരെ നമുക്ക് ചുറ്റും കാണാം, ശാപത്തിൻ്റെ കീഴിലുള്ളവരെ നമുക്ക് ചുറ്റും കാണാം. ഞാൻ എന്തുകൊണ്ടാണ് ശാപം എന്ന് പറയാൻ കാരണം, എൻ്റെ വീട്ടിൽ എൻ്റെ ഏച്ചി വിധവയാണ്. എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൾ, ഭർത്താവ് സൗദി അറേബ്യയിൽ നിന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു, അവൾ വിധവയാണ്. വേറൊരു ചേട്ടൻ്റെ മകൾ കല്യാണം കഴിഞ്ഞന്ന് രാത്രി എന്തോ ഒരു മാനസിക വിഭ്രാന്തി കാണിച്ചു, ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു. ആ വീട്ടിലൊരു വിധവ. 3 മക്കളാണ്. അച്ഛൻ 1 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അന്ന് അച്ഛൻ്റെ അമ്മ വേറെ കല്യാണം കഴിക്കാതെ ഈ 3 മക്കളെ പോറ്റി. ഈ 3 മക്കളെ വീട്ടിൽ ഓരോ വിധവമാർ. എന്തുകൊണ്ട്? ശാപത്തിൻ്റെ കീഴിലാണ്. അതുപോലെ ചില വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല, ചില വീടുകളിൽ കല്യാണം നടക്കില്ല, ചില വീടുകളിൽ 50 വയസ്സിന് മേലെ ആണുങ്ങൾ ജീവിക്കില്ല. ഇതൊക്കെ ശാപത്തിൻ്റെ കീഴിലാണ്. നമ്മളെ ചുറ്റുപാടും നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. നമ്മളെ പ്രശ്നങ്ങൾ പലതാണെങ്കിലും ഇതിൽ നിന്നൊക്കെ വിടുതൽ തരാൻ ഒരൊറ്റ വ്യക്തിക്കേ സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ ജീവിക്കുന്ന ദൈവം, കർത്താവായ യേശു ക്രിസ്തു. നമ്മളെങ്ങനെ മിണ്ടാതിരിക്കും ഈ ക്രിസ്തുവിനെക്കുറിച്ച്? ആ സഹോദരിയോട് ഞാൻ പറയും, എനിക്കൊരു ബൈബിൾ വേണമെന്ന്. ബഹറിൻ്റെ പ്രദേശത്ത് എവിടെ ബൈബിൾ കിട്ടുന്നത് എനിക്കും അറിയില്ല, ആ സഹോദരിക്കും അറിയില്ല.
2 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് പോയ ഒരു ഫാമിലി ആ കുട്ടിക്ക് ഒരു പുതിയ നിയമം കൊടുക്കും. 266 പേജാണ് ആ പുതിയ നിയമത്തിന്. ഞാൻ ഒരാവർത്തി വായിക്കും, രണ്ടാമതും വായിക്കും, മൂന്നാമത് വായിക്കുമ്പോൾ ഞാനതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനൊക്കെ വരയിടും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ല. അതുപോലെ പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, സമാധാനം തരുന്ന ദൈവം ആരുണ്ട്? ആർക്ക് അനുഭവമുണ്ട്? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വീടുകളിൽ പടിഞ്ഞാറ്റാന്ന് പറയുന്ന ഒരു മുറിയുണ്ട്, പ്രാർത്ഥന മുറിയാണ്. അതിൽ 20ഉം 30ഉം ഫോട്ടോ കാണാം, അല്ലെ 5ഉം 10ഉം വിഗ്രഹങ്ങൾ കാണാം. ഇതിലേതാണ് ദൈവം? ഇതിൽ ആര് രക്ഷിക്കും? അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി, അച്ഛനും അമ്മയും പള്ളിയിൽ പോയതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി, അച്ഛനും അമ്മയും മോസ്കിൽ പോയതുകൊണ്ട് ഞങ്ങൾ മോസ്കിൽ പോയി. ഇതാണ് നമ്മുടെ അനുഭവം. എന്നാൽ ഒരു സത്യമുണ്ട്, അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇനി അഥവാ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഈ ജീവനുള്ള ദൈവത്തെ അറിയുന്ന നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചു. ഞാൻ ഈ അനുഭവത്തിൽ വന്നു എന്നൊരു സഹോദരനോട് പറഞ്ഞ്, പത്തനംതിട്ട കോന്നിയിലുള്ള ഞങ്ങൾ ബഹ്റിൻ്റെ പ്രദേശത്ത് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വീടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഞാൻ ഈ കർത്താവിൻ്റെ ശുശ്രൂഷ ഈ ദൈവദാസൻ്റെ കൂടെ പോയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. ഭൂതങ്ങളെ പുറത്തു പോകുന്ന, അലറി പുറത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മരണകരമായാന്ന് ചോദിച്ചാലും ഹാനി വരികയില്ലാന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാന്ന് ഞാൻ ഈ പൊട്ടനെ പോലെ പറയാൻ തുടങ്ങി. എല്ലാവർക്കും യേശുക്രിസ്തുവിനെ കുറിച്ച് കത്തെഴുതിയതുപോലെ പൊട്ടനെ പോലെ ഇത് പറയാൻ തുടങ്ങി. മരണകരമായാന്ന് ചോദിച്ചാലും ഹാനി വരികയില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ലാന്ന്. അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, PP ജോബ്. അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം 14 പേര് പേപ്പട്ടി അടിച്ചതിൽ 13 പേര് മരിച്ചുപോയി. 14-ാമത്തെ ഇദ്ദേഹം 41 ദിവസം ചങ്ങല കിട്ടതാ. അന്നൊരു ദിവസം ഒരു വലിയ പ്രകാശം വന്ന് അദ്ദേഹത്തെ വിടുവിച്ചു. അദ്ദേഹത്തെക്കുറിച്ചൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്, മറ്റൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഈ അനുഭവത്തിൽ ഈ സഹോദരൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. അദ്ദേഹം പ്രാർത്ഥിക്കും, ഞാൻ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയും, ദൈവം പ്രവർത്തിക്കും. ഞാനല്ല പ്രാർത്ഥിച്ചത്, ആ സഹോദരനാണ് പ്രാർത്ഥിച്ചത്. അദ്ദേഹം 2 ദിവസം മുമ്പേ കണ്ണൂർ വന്നിരുന്നു, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. 25 വർഷമായി ഞങ്ങളുടെ കൂട്ടായ്മ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ വന്നതിന് ശേഷം എനിക്ക് വൈഫിന് കത്തെഴുതുന്നതിൽ പോലും ഞാൻ എൻ്റെ മകനെക്കുറിച്ച് എഴുതാറില്ല, ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതാറ്. അങ്ങനെ 1.5 വർഷമായപ്പോൾ ഞാനൊരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് എൻ്റെ വൈഫിനെ ബഹ്റിനിൽ കൊണ്ടുവരും. വൈഫ് സത്യത്തിൽ ബഹ്റിനിൽ വന്നത് എന്നെ ഘർ വാപ്പസിയാക്കാൻ വേണ്ടിയാണ്, തിരിച്ച് ഹൈന്ദവ മാർഗത്തിലേക്ക് തന്നെ കൊണ്ടുവരാനാണ്. അങ്ങനെ ബഹ്റിനിലെത്തി ഞങ്ങൾ 3-4 വീടുകളിൽ പോയി പ്രാർത്ഥിച്ച് അവരുടെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ വൈഫിനും ബോധ്യമായി ഇത് ജീവനുള്ള ദൈവമാണെന്ന്. അങ്ങനെ എൻ്റെ വൈഫ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് സ്നാനപ്പെട്ടിട്ടാണ് തിരിച്ചു വന്നത്. കുറച്ച് 2-3 മാസമേ കൂടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പാസ്റ്ററിനോട് സ്നാനപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്ററിന് അത്ര ഒരു തൃപ്തി ഉണ്ടായില്ല, കാരണം ഒന്നും അറിയില്ല ഞങ്ങൾക്ക്. പക്ഷേ എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞു, രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന സ്വീകരിക്കണം. അങ്ങനെ ഒരു ദിവസം സ്നാനം ഉണ്ടായിരുന്നു, 3 പേരുടെ സ്നാനം. അന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുപോകണം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ, അവരൊന്ന് ശ്രദ്ധിക്കട്ടെ. ഓക്കെ, ഞാനത് വിട്ടു. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നോക്കണം. അങ്ങനെ ഞങ്ങളന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊരു തേഴ്സ്ഡേ പ്രയർ ഫെലോഷിപ്പ് ഉണ്ട് ബഹ്റിനിൽ. അതിൻ്റെ നടത്തിപ്പിൻ്റെ ഭാര്യ അവർക്ക് കാറുണ്ട്, അവരുണ്ട്. ഒരു 11 മണിക്ക് വീട്ടിൽ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അമ്മമ്മ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഒന്ന് ചുമ്മാ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ, എന്നെ ഒന്ന് ഒരു 5-8 കിലോമീറ്റർ അപ്പുറം ഒന്ന് അവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് അവിടം വരെ വിടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയാണ് സ്നാനം നടക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ആ സഹോദരി ഞങ്ങളെ അവിടെ കൊണ്ടുവിടും. ഞങ്ങൾ സ്നാനപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തി. പിന്നെ പാസ്റ്റർക്ക് ഒന്നും പറയാനുണ്ടായിട്ടില്ല, എൻ്റെ ഭാര്യ സ്നാനപ്പെട്ടിട്ടാണ് നാട്ടിലേക്ക് വന്നത്. എനിക്ക് മകന് ഏകദേശം 2 വയസ്സായിരുന്നു. 6 മാസം എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ കൂടെ ഈ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരൻ പറഞ്ഞു, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ബൈബിളിൽ നിന്നൊരു പേര് വിളിക്കും, കൃപാന്ന് എൻ്റെ മകൾക്ക് പേര് വിളിക്കുമെന്നൊക്കെ പറഞ്ഞത്. ഏകദേശം 2.5-3 മാസമേ ആയിട്ടുള്ളൂ ആ സമയത്ത്. അങ്ങനെ എൻ്റെ വൈഫ് നാട്ടിൽ വന്നു. എൻ്റെ മകനെ ശുശ്രൂഷിച്ച അതേ ഡോക്ടറെയാണ് വൈഫിനെ കാണിച്ചത്. ഏകദേശം ഒരു 8 മാസമൊക്കെ ആയപ്പോൾ എൻ്റെ വൈഫിൻ്റെ ശരീരം വളരെ വീക്കായി വരുന്നത് പോലെ അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ്
കലശലായ തലവേദന. രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല വൈഫിന്. അങ്ങനെ തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അന്ന് ആ ഡോക്ടർ പറയും, മോളെ നിൻ്റെ ആരോഗ്യം കുറച്ച് വീക്കാണ്, എനിക്ക് നിന്നെ നോക്കാൻ വേണ്ടി പറ്റത്തില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും എന്ന് പറയും. അങ്ങനെ ഏകദേശം ഒരു 8 മാസമായി. 8 മാസമായി എൻ്റെ വൈഫ് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ അത് വൊമിറ്റ് ചെയ്യും. അപ്പോഴെന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് വൈഫിൻ്റെ ചേട്ടനും വൈഫിൻ്റെ അമ്മയും വൈഫിൻ്റെ അനുജത്തി, ഞാൻ ബഹറിലാണ് ഉള്ളത്, അവർ 4 പേരും കൂടെ എൻ്റെ വൈഫിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അന്നൊരു സൺഡേ ആയിരുന്നു. പ്രസവ വാർഡിലാണ് നേരിട്ട് പോയത്. പ്രസവ വാർഡിൽ പോയ ഉടനെ ഡോക്ടർമാരും നഴ്സുമാരും ഇവളെ കണ്ട ഉടനെ ചോദിച്ചാൽ, മോളെ എന്തുകൊണ്ട് ഇത്ര ദിവസം വരാതിരുന്നത്, നിൻ്റെ ആരോഗ്യം ഇത്ര വീക്കാവാൻ എന്തുകൊണ്ടാണ് നീ താമസിച്ചതെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം. ഏകദേശം 8 മാസം 8.5 മാസമായി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി, സമ്മതിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ പനിയുള്ളത് കാരണം ഓപ്പറേഷൻ ചെയ്തില്ല, തിരിച്ച് റൂമിൽ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഒരാഴ്ച അവിടുന്ന് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഒന്നും മനസ്സിലാവുന്നില്ല, തലവേദന മാറുന്നില്ല, ഏകദേശം ഒരു അർദ്ധബോധാവസ്ഥയിലേക്ക് രോഗി നീങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ജനറൽ മെഡിസിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിനിൽ അഡ്മിറ്റ് ചെയ്യും. ജനറൽ മെഡിസിനിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെയും 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അവസാനം നട്ടിൽ നിന്ന് കുത്തിയെടുത്തിട്ടാണ് അവർക്ക് മനസ്സിലായത് എൻ്റെ വൈഫിന് TB മെനിഞ്ചൈറ്റിസ് ആണെന്ന്. എൻ്റെ ബ്രദറിലോ 10 ദിവസം കൊണ്ട് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ വൈഫിനെ കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു 4 ദിവസം കൊണ്ട് ഈ പേഷ്യൻ്റ് മരിക്കുന്നു. അങ്ങനെ എൻ്റെ ഫാദർ എന്നെ വിളിച്ച് പറയും, മോനെ നിൻ്റെ വൈഫിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പ്രസവിക്കാൻ വേണ്ടി, നീ അത്യാവശ്യമായിട്ട് വരണം, നിനക്ക് അഥവാ ലീവ് കിട്ടുന്നില്ലെങ്കിൽ നീ ജോലി റിസൈൻ ചെയ്തിട്ട് വരണം എന്ന് പറയും. ആ സമയത്ത് ഫോണൊന്നുമില്ല, ടെലിഫോണൊന്നും മൊബൈൽ ഫോണൊന്നുമില്ല, കോണ്ടാക്ട് ചെയ്യാൻ വിഷമമാണ്. പക്ഷേ അച്ഛനിങ്ങനെ ഏതോ ഒരു ഫോണിൽ ഓഫീസിലോ മറ്റോ വിളിച്ച് പറഞ്ഞ് വിവരം കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഞാനന്ന് ബഹറിന് നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കും. ഈ ദൈവദാസനാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത്. ഞങ്ങളൊരു 3-4 ഫാമിലിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും, ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിലൊരു ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സിൽ ജോലി ചെയ്യുന്നൊരു മിനി എന്ന് പറഞ്ഞ സഹോദരി ഉണ്ട്. അവരിങ്ങനെ വിളിച്ച് പറയും, ഒരു മെസ്സേജ് ഉണ്ട്, അതിങ്ങനെയാണ്, യെശയ്യാവ് 40:5. മോനെ അതൊന്ന് ഇവിടെ ഇടാവോ? യെശയ്യാവ് 40:5. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായിൽ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് കിട്ടിയാൽ എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ വേണ്ടി പറ്റും? ഞാനന്ന് അനുഭവത്തിൽ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ദൈവം അത് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തന്നു. കാരണം നമുക്ക് ആ സമയത്ത് നമ്മളെ ദൈവം കിട്ടി പോയാൽ പോയിന്ന, ഈ ദൈവത്തോട് പ്രാർത്ഥിച്ച ഈ ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം ഒരു ഉത്തരം തന്നു. ഞാനതിങ്ങനെ മനസ്സിലാക്കി, യഹോവയുടെ മഹത്വം വെളിപ്പെടും. പിന്നെ എൻ്റെ വൈഫിന് എന്ത് സംഭവിച്ചാലും യഹോവയുടെ മഹത്വം വെളിപ്പെടുമല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നത്. ഞാൻ രാവിലെ വന്നു, എൻ്റെ വൈഫിൻ്റെ അടുത്ത് വന്നു. ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം 8 മാസമുള്ളൊരു വയറല്ലാണ്ട് വേറെ ഒന്നുമില്ല, മെലിഞ്ഞൊരു ശരീരത്തിൽ മുഴുവൻ ബ്ലഡ് ഡെയിലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുത്തിയെടുത്ത കല, ട്യൂബിൽ നിന്ന് 2-3 ട്യൂബിൽ നിന്ന് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ എൻ്റെ വൈഫിനെ കാണുന്നത്, വൈഫിന് ബോധമില്ല, എന്നെ കണ്ടത് ഓർമ്മയില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി ആരോടോ ചിരിക്കുന്ന പോലെ എന്നോട് ചിരിച്ചു. ആ ഒരവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. വായിൽ ബിസ്ക്കറ്റിൻ്റെ വെള്ളമുണ്ട്, അതവൾക്ക് തുപ്പാൻ പറ്റുന്നില്ല. അമ്മ പറയുന്നുണ്ട് അത് ഇറക്കണമെന്ന്, അതിനും പറ്റുന്നില്ല. ഞാൻ ഈ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വചനമുണ്ട്, പക്ഷേ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയാണ് എൻ്റെ വൈഫിൻ്റെ അവസ്ഥ എന്ന് ഞാൻ ഒരിക്കലും അറിയുന്നില്ല. അങ്ങനെ രാത്രി 8 മണിവരെ ഞാൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ട്, ആ ബെഡ് ചുറ്റും. ഇതുപോലെ ചുറ്റും 10-20 ലേഡീസ് വാർഡാണത്, ജനറൽ വാർഡാണ്. 8 മണിക്ക് സെക്യൂരിറ്റി വന്നിട്ട് എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കും. എന്നെ രാത്രി 12 മണിവരെ ആ നേഴ്സ് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി സമ്മതിക്കും, എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇരിക്കാൻ സമ്മതിക്കും. 12 മണിക്ക് ഞാൻ വീട്ടിലേക്ക് റൂമിൽ തിരിച്ചു പോയി. ബഹ്റിനിൽ ആ സഹോദരൻ 12 മണിക്ക് പ്രാർത്ഥിക്കും, ഞാൻ 2:30 മണിക്ക് ഇന്ത്യയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ റൂമിൽ ഇരുന്നിട്ട് 2:30 മണിക്ക് പ്രാർത്ഥിച്ചു, അദ്ദേഹം 12 മണിക്ക് പ്രാർത്ഥിച്ചു. 5-10 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ. കരഞ്ഞ് പ്രാർത്ഥിക്കുക, കാരണം എന്നാ സംഭവിക്കുന്നൊന്നും അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈക്കൊരു ശക്തി കിട്ടിയ പോലെ തോന്നി.
അപ്പോൾ കൈക്കൊരു ശക്തി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വൈഫിന് വിടുതൽ കിട്ടി, അതിൻ്റെ അടയാളം ദൈവം തന്നത്. അങ്ങനെ ഞാൻ രാവിലെ 6 മണിക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ എൻ്റെ വൈഫ് അതേ കിടപ്പ, ഒരു മാറ്റമില്ല. അങ്ങനെ ഞാനൊന്ന് പുറത്തേക്ക് വന്ന് വീണ്ടും എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയപ്പോൾ എൻ്റെ വൈഫിൻ്റെ വെള്ള ബ്ലൗസ് മാറ്റി കൊടുക്കുകയായിരുന്നു. വൈഫിൻ്റെ അമ്മായിയുണ്ട്, വൈഫിൻ്റെ അനുജത്തിയുണ്ട്, വൈഫിൻ്റെ അമ്മയുണ്ട്. ഇവർ 3 ആളും കൂടെ ബെഡ്ഷീറ്റ് മറച്ച് പിടിച്ചിട്ടാണ് ബ്ലൗസ് മാറ്റി കൊടുക്കുന്നത്. ചുറ്റും മറ്റുള്ള രോഗികളും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളവരും എല്ലാം ഉണ്ട്. അങ്ങനെ എന്നെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഒന്ന് താങ്ങി പിടിച്ചോന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിനെ ഇങ്ങനെ ചാരി ഇരുത്തിയിട്ടാവുള്ളൂ. ഞാൻ കൈവിട്ടാൽ അവൾ വീണു പോകും, ഇരിക്കാനുള്ള കഴിവില്ല. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ ബ്ലൗസ് മാറ്റി മെല്ലെ കിടത്തിയപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൈയിൻ്റെ ഇവിടെ മന്ത്രിച്ച് കെട്ടിയ ഒരു ചരടുണ്ടായി. അത് തലേന്ന് എൻ്റെ ഏച്ചീൻ്റെ ഭർത്താവ് മരിച്ച ആ ഏച്ചി അമ്പലത്തിൽ നിന്ന് മന്ത്രിച്ചു കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കോഴിക്കോട് കൊണ്ടുവന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ രാത്രി 12 മണി വരെ എൻ്റെ വൈഫിൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ രാവിലെ ഞാൻ പോയി എൻ്റെ വൈഫിനെ കിടത്തിയപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കറുത്ത ചരടുണ്ടല്ലോ, അതുപോലെ ഒരു നൂലിങ്ങനെ താഴെ വീണ് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇതാരാ കൊണ്ടുവന്ന് കെട്ടിയത്? വൈഫിൻ്റെ അമ്മയോട്. അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ ഏച്ചി ഇന്നലെ കൊണ്ടുവന്ന് കെട്ടിയത്. ഞാൻ പറഞ്ഞു, എനിക്കിതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവമക്കൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ചരടിനെ ഞാൻ നിലത്തിട്ട് ചവിട്ടുന്നു എന്ന് ചവിട്ടി അവിടെ ടോയ്ലറ്റിൻ്റെ അതിൽ കൊണ്ടുപോയി ഫ്ലഷ് ചെയ്തു. 2-3 ആഴ്ചയെ അബോധാവസ്ഥയിൽ കിടക്കുന്ന എൻ്റെ വൈഫ് പറയാൻ എനിക്ക് കരിക്കിൻ്റെ വെള്ളം വേണം. അപ്പോസ്തലപ്രവൃത്തി 16:26 പറയുന്നു, പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു. ഞാനും ഈ സഹോദരനും ഭൂമിയിൽ വെച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ കാണാത്ത ദുഷ്ടൻ്റെ ചരട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം അഴിച്ചു. ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ ഓരോരുത്തരെ ഇതുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിഷയം എന്ത് തന്നെയായാലും നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഈ ക്രിസ്തുവിൻ്റെ വഴിയാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷേ അതുവഴി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്ര എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ ചരടഴിച്ച് കഴിഞ്ഞു. ഡോക്ടർ 11 മണിക്ക് വന്നിട്ട് പറയുന്നു, സോനക്ക് ചെറിയ മാറ്റമുണ്ട്, കുട്ടിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷ വേണ്ടെന്ന്. എൻ്റെ വൈഫ് ആ സമയത്ത് ഏകദേശം 8.5 മാസമായി പ്രസവിക്കാനായ സമയത്ത് കഴിക്കുന്നത് 10 ഗുളികയും 24 ഇഞ്ചക്ഷനുമാണ്. ഇത്ര കഞ്ഞി, ഹൈ ഡയബറ്റിക് ആയിരുന്നു. 300-400 അവളുടെ ഫാസ്റ്റിംഗ് ഷുഗർ. അതുപോലെ SGPT SGOT 30-40 വേണ്ടടുത്ത് 300-400 ആയിരുന്നു. ലിവറിനെ ബാധിച്ചു, ബ്രെയിനിനെ ബാധിച്ചു, എല്ലാത്തിനെയും ബാധിച്ചു. പക്ഷേ വചനം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടും. ഞാനത് വിശ്വസിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി അഥവാ സോന രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷ വേണ്ട. കാരണം 10 ഗുളിക 24 ഇഞ്ചക്ഷനായി കുട്ടിക്ക് പോകുന്നത് എവരിഡേ. അങ്ങനെ 1 മാസത്തോളം ഞങ്ങളവിടെ ഉണ്ടായി. പ്രസവിക്കാനുള്ള സിംറ്റം വന്നു. ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പ്രസവ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൾ 1 മാസമായിട്ട് ബെഡ് പേഷ്യൻ്റാണ്, ഇവൾക്ക് അനസ്തീഷ്യ കൊടുത്താൽ തിരിച്ച് ജീവൻ വരാനുള്ള ആരോഗ്യമില്ല. അനസ്തീഷ്യ കൊടുക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അനസ്തീഷ്യ കൊടുത്ത് ഇവർ മരിച്ചു പോയാൽ 5 മിനിറ്റ് കൊണ്ട് കുഞ്ഞും മരിക്കും. എനിക്ക് സമ്മതപത്രം ഒപ്പിടാൻ വേണ്ടി തന്നു. എനിക്കറിയാം എനിക്ക് ജനിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന്. എൻ്റെ വൈഫിന് ഒന്നും സംഭവിക്കില്ല, യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് ഒപ്പിട്ട് കൊടുത്തു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അവർ സേവിയർ ആൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യണം. ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഉഗാണ്ടയിൽ നടന്നു, ന്യൂസിലാൻഡിൽ നടന്നു അല്ല പറയുന്നത്. നമ്മുടെ 2 തൃശ്ശൂരിനപ്പുറം കോഴിക്കോട് പോയാൽ ഇത് അനുഭവമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്നു, വാക്കുമാറാത്ത ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. 10 മണിക്ക് എൻ്റെ ഭാര്യ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. 10:30 മണിക്ക് പൂച്ചക്കുട്ടീനെ പോലത്തെ ഒരു പെൺകുട്ടീനെ ഞങ്ങളെ കയ്യിൽ തന്നു. ഞാൻ എന്തുകൊണ്ടാണ് പൂച്ചക്കുട്ടി എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഇത് മുഴുവൻ ഗുളിക ഇഞ്ചക്ഷനുമാണ്, മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം ജനിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. കൃപ എന്ന് പേര് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കൃപ എന്നാണ് പേര് വിളിച്ചത്. 10 മണി, 10:30, 11, 11:30, 12 മണിയായിട്ട് എൻ്റെ വൈഫിനെ കൊണ്ടുവരുന്ന കാണുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വാർഡിലേക്ക് എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. ഞാൻ ആ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇപ്പോൾ ഡോക്ടർ ഇരിക്കുന്ന റൂമിലേക്ക് നടന്നുപോയി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഡോക്ടർ ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഒരു ഡോക്ടർ അവിടെ ഇരുന്നിട്ടുണ്ട്.
എൻ്റെ വൈഫിനെ വലിയ ടേബിളിൻ്റെ മേലെ കിടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു 48 മണിക്കൂർ ഒബ്സർവേഷനിലാണെന്ന്. യഹോവയുടെ മഹത്വം വെളിപ്പെടുന്നു പറഞ്ഞാൽ അതതുപോലെ സംഭവിക്കും. എൻ്റെ ഭാര്യ അതിനുശേഷം 9 മാസം ഗുളിക കഴിച്ചതാണ്. വൈദ്യശാസ്ത്രം അവർ പറഞ്ഞു, അഥവാ ഇവൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ മഹത്വം വെളിപ്പെടുന്നു. നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കണോ, ദൈവത്തിൽ വിശ്വസിക്കണോ? ഈ ദൈവം ജീവിക്കുന്നുണ്ട്, നമ്മളെ വഴി നടത്താൻ മതിയായവനാണ്. പക്ഷേ നമ്മളങ്ങ് ഏറ്റെടുക്കാൻ വേണ്ടി ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്നില്ല. അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ പല ചിന്തകളിലും നമ്മളെപ്പോഴും ബിസിയായിരിക്കുക. അങ്ങനെ എൻ്റെ വൈഫ് ഡെലിവറിയായി. ജനറൽ മെഡിസിനിൽ പോയിട്ട് ഞാൻ അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് MD പഠിക്കുന്നത്. അവരോട് പറഞ്ഞു, സോന ഡെലിവറിയായി, പെൺകുട്ടിയാണ്. അവർ ചോദിക്കുക, കുഞ്ഞിനെ നിങ്ങളെ കയ്യിൽ തന്നോ? ഞങ്ങൾ പറഞ്ഞു തന്നു. അവർ കുഞ്ഞിന് ഒന്നിക്കൽ മഞ്ഞപ്പിത്തോ അല്ലെങ്കിൽ ഹാർട്ടിന് കംപ്ലൈൻറ്റ്. കാരണം ഇത് മുഴുവൻ ഗുളികയാണ്. വൈദ്യശാസ്ത്രപ്രകാരം അവർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഒരു കുഴപ്പമില്ല. എൻ്റെ മകളെ 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ ഡോക്ടറെ അടുത്തുകൊണ്ട്, പാപ്പച്ചൻ ഡോക്ടറാണ്. പാപ്പച്ചൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കിട്ടിയത് മിറാക്കിളാന്ന് പറഞ്ഞു. പാപ്പച്ചൻ ഡോക്ടർ എന്ന് പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയില്ല ആരാന്ന്. ഞാൻ പാപ്പച്ചൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു ജീവനുള്ള ദൈവമെന്ന്. പാപ്പച്ചൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ നിരീശ്വരവാദിയാണ്. 2000-ലാണ് ഈ അനുഭവം. എൻ്റെ കൈമിൽ പേപ്പർ കട്ടിംഗ് ഉണ്ട്. മുഖ്യമന്ത്രി AK ആൻ്റണി മാതാ അമൃതാനന്ദമയ അനുഗ്രഹത്തിന് വേണ്ടി കെട്ടിപ്പിടിക്കുന്ന പേപ്പറിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, വീട്ടിലുണ്ട്. കാരണം ക്രിസ്ത്യാനിയോട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ അനുഭവം ഇതാണ്. ഞാൻ സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ അനുജത്തി കോൺവെൻറ്റിലാണ് പഠിച്ചത്. ഞാൻ എൻ്റെ അച്ഛനോട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു, അവിടെയുള്ള പാതിരിക്കും കന്യാസ്ത്രീക്കും ഇല്ലാതെ യേശുവിനെ നിനക്കെവിടുന്ന് കിട്ടി? കാരണം എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ അച്ഛൻ്റെ കൂടെ, അച്ഛൻ അഗ്രികൾച്ചർ ഓഫീസറായിരുന്നു. അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചാക്കോ കുര്യാക്കോസ് ഉച്ചക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ക്യാരംസ് കളിക്കും, വൈകുന്നേരം പൈസ വെച്ച് ഷീട്ട് കളിക്കും, മദ്യപിക്കും. എൻ്റെ അച്ഛൻ ഈ ക്രിസ്ത്യാനിനെ കണ്ടിട്ട് ഞാൻ അവരുടെ കൂടെ പോയി എന്ന് അച്ഛൻ്റെ ധാരണ. ക്രിസ്ത്യാനി സാക്ഷ്യമില്ലാതെ ജീവിതം നയിക്കുന്നത് മറ്റുള്ളവർ യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിൽ തറക്കുന്നതിന് സമമാണ്. നമ്മളിതെന്ന് മനസ്സിലായി ഈ കാര്യം. അപ്പോൾ നമുക്ക് ചുറ്റും ഈ ഒരു സാഹചര്യം ഒരുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളൊരിക്കലും അടങ്ങിയിരിക്കരുത്. കാരണം സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ അത്യാസന്നമായി കർത്താവ് വരുന്നതിൻ്റെ അടയാളങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അവളോട് ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയാം. ഇന്ന് സമാധാനമില്ലാതെ, സമാധാനം എവിടെ കിട്ടുമെന്ന് വിചാരിച്ച ആൾ നെട്ടോട്ടോടുക. അവർ സന്തോഷിക്കുന്ന നോക്കണ്ട, അവർ കളിക്കുന്ന കളി നിങ്ങൾ നോക്കണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുള്ളവരെല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അനേക കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം കൂടെ ഇനി പറയാം. എൻ്റെ യൂണിയൻ ബാങ്കിലെ ഏച്ചിന്ന് ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർമാരെല്ലാം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അതും നമുക്ക് വലിയ ചെവിക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. ആ സമയത്ത് എൻ്റെ ഏച്ചി എനിക്കൊരു കത്തെഴുതി, യൂണിയൻ ബാങ്ക് ഹെഡ് ഓഫീസിൽ നിന്ന് പേപ്പർ വന്ന് ജോലി കിട്ടില്ല, സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും വിധി വന്ന് പേപ്പർ ഏച്ചീൻ്റെ കയ്യിലുണ്ട്, ജോലി കിട്ടില്ല എന്ന്. അങ്ങനെ നിരാശയോടുകൂടെ ഒരു കത്ത് എനിക്ക് ബഹറിനിൽ എഴുതി. ഞാൻ തിരിച്ച് ഏച്ചിക്ക് എഴുതി, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, യേശുക്രിസ്തു ജീവനുള്ള ദൈവം, ഏച്ചി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. ഒറ്റ ദിവസം പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. ഏച്ചി അതങ്ങ് വിട്ടു. കാരണം യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു. ഞാൻ ഈ സഹോദരൻ്റെ കൂടെ, എൻ്റെ മോളാണെന്ന് പറഞ്ഞ സഹോദരൻ്റെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറയുക, ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഇരുമ്പ് ബക്കറ്റ് കർത്താവ് കാണിക്കുന്നു, ചെളി നിറഞ്ഞു കിടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് വൃത്തിയിലെടുത്തു വെച്ചതായി കാണിക്കുന്നു. പിന്നീട് ആ ദൈവദാസൻ പറഞ്ഞു, അതിൽ ഒരു ജോഡി ചെരുപ്പിറക്കി വെക്കുന്നത് കാണിക്കുന്നു എന്ന്. നമ്മൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എവിടെയെങ്കിലും കർത്താവ് പഴയ നിയമത്തിൽ ഒരു ജോഡി ചെരുപ്പിറക്കി കൊടുത്ത അധ്യായം ഓർക്കുന്നുണ്ടോ? രൂത്തിൻ്റെ അധ്യായത്തിൽ ബോവസിന് ഒരു ഉറപ്പ് കൊടുക്കുക വിവാഹം കഴിക്കുന്നുള്ളതിന്. അതുപോലെ അന്ന് എനിക്കിതൊന്നും അറിയില്ല. കർത്താവ് ഒരു ജോഡി ചെരുപ്പ്, ആ സഹോദരനും അറിയില്ല എന്താണെന്ന്, ഒരു ജോഡി ചെരുപ്പിറക്കുന്നത് കാണിച്ചു കൊടുത്തു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു മറുപടി തന്നു. ഞാൻ വിശ്വസിച്ചു എൻ്റെ ഏച്ചിക്ക് ഇത് ജോലി ദൈവം കൊടുക്കുന്നു. 32 പേര് ഡൈയിങ് ഇൻ ഹാർഡ്നെസ്സിന് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് 32 പേർക്കും ജോലി കിട്ടിയിട്ടില്ല. എൻ്റെ ഏച്ചിക്ക് ജോലി കിട്ടിയിട്ട്, എൻ്റെ ഏച്ചി കഴിഞ്ഞ 2023 ഡിസംബറിലാണ് 60 വയസ്സായിട്ട് യൂണിയൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയത്. അപ്പം ഏച്ചി വിശ്വസിച്ചോ? ഇല്ല, എൻ്റെ ഏച്ചി ഇന്ന് ശബരിമലയിലാണ് പോയിട്ടുള്ളത്, ശബരിമലക്ക് പോയിട്ടാണ് ഉള്ളത്. എൻ്റെ ഏച്ചി വിശ്വസിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നത് ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മൾ എന്തിന് പ്രാർത്ഥിക്കാതിരിക്കണം? കാരണം ദൈവം വ്യക്തികളെ നോക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. അപ്പം നമ്മൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കാര്യം ചെയ്യും.
എൻ്റെ മകൾ ഇന്ന് MSW പഠിക്കുക. എൻ്റെ ഭാര്യ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അവൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, ഒരു ഗസറ്റഡ് ഓഫീസറാണ്. ഒരു സൈഡ് പാരലൈസ് വന്നു വൈദ്യശാസ്ത്രം പറഞ്ഞു, അത് സത്യമാണ്. ഞങ്ങളുടെ ഒരു ബന്ധു ഡൽഹിയിലുണ്ട്, അവർക്ക് ഇതേ അസുഖം വന്നതാണ്. ആ കുട്ടിയുടെ ഒരു സൈഡ് തളർന്നു പോയി. ബിർള സ്കൂളിലെ ടീച്ചറാണ്, അവൾ ജോലി രാജിവെച്ചു. അവൾ ഫ്ലൈറ്റിനെ അവൾക്ക് നാട്ടിൽ വരാൻ പറ്റില്ല, ട്രെയിനിലൊന്നും അവൾക്ക് വരാൻ പറ്റില്ല, ഒരു സൈഡ് തളർന്നു പോയി. വൈദ്യശാസ്ത്രം പറയുന്ന സത്യമാണ്. പക്ഷേ അതിലും വലുത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം ജീവിക്കുന്ന നമ്മളെ കർത്താവ്. ഈ വചനത്തിന് ജീവനുണ്ട്. ദൈവം ജീവിക്കുന്നു എന്ന വചനം കേട്ട് മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. 18-ാം സങ്കീർത്തനം 46-ൽ പറയുന്നു ദൈവം ജീവിക്കുന്നു. 2 ശമൂവേൽ 22:47 പറയുന്നു ദൈവം ജീവിക്കുന്നു. അതുപോലെ യോഹന്നാൻ സുവിശേഷം 11:40 പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ ആ വചനം വിശ്വസിച്ചു, മഹത്വം കണ്ടു. അതേപോലെ 32:27 പറയുന്നുണ്ട് ഞാൻ യഹോവയായ ദൈവമാകുന്നു, എനിക്ക് കഴിയാതെ വല്ല കാര്യവുമുണ്ടോ? വൈദ്യശാസ്ത്രം ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്ക 1:37. ഈ വചനങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാനുള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കിവിടെ അവസരം തന്ന പാസ്റ്ററിനും കുടുംബത്തിനും നിങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ മകള് MSW പഠിക്കുക, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ. ഞാൻ ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നവനാണ്. ഞാൻ 21 ദിവസം 42 ദിവസം ഒന്നും ഇവർക്ക് വേണ്ടി വ്രതമെടുത്ത് പ്രാർത്ഥിക്കലൊന്നുമില്ല. അത്ഭുതകരമായിട്ട് ദൈവം നടത്തിയത്. എൻ്റെ മകൻ ഇന്ന് CA കാരനാണ്, ഇവിടെ CA പ്രാക്ടീസ് ചെയ്യുക. എന്ത് പഠിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേങ്കിൽ മാതൃഭൂമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോയി, എൻജിനീയറിങ്ങിൻ്റെ ശരിയായില്ല, മെഡിസിൻ്റെ ശരിയായില്ല. അവനിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചേച്ചി വിളിച്ചു, മോൻ എവിടെയാണ് പോയത്? അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ, എല്ലാവരുടെ കൂടെയും പേരൻസ് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അന്വേഷിക്കാൻ പോയത്, മോൻ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിരുത്തിയിട്ട് അവനോട് പറഞ്ഞ മോനെ CAക്ക് പോയിക്കോ, നല്ലതാണ്. ഞങ്ങൾക്കറിയില്ല BCom എടുക്കണം അല്ലെങ്കിൽ കമേഴ്സ് എടുക്കണം, CAക്ക് പോകാനേ അറിയുള്ളൂ. പക്ഷേങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് പ്രീ ഡിഗ്രി പാസ്സായവർക്ക് എൻട്രൻസ് എഴുതിയ CAക്ക് പോകാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ്, BComകാർക്കേ CA കിട്ടത്തുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എല്ലാവർക്കും എൻട്രൻസ് എഴുതി പാസ്സായിട്ട് CAക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ മോൻ CAക്ക് പോയത്. അവൻ ഇന്നൊരു CA കാരനായി. അതേപോലെ എൻ്റെ മകള് 3 സ്ഥലത്ത് അപ്ലിക്കേഷൻ കൊടുത്തു. കേരളത്തിലും കർണാടകത്തിലും ചെന്നൈയിലും 3 സ്ഥലത്തും വിളിച്ചില്ല. അങ്ങനെ അവസാനം ആ ചെന്നൈയിൽ പോയ സമയത്ത് അവർ പറഞ്ഞത് വെല്ലൂർ അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. എന്തോ ഡാറ്റൻ്റെ കുഴപ്പം കൊണ്ടെങ്കിൽ മോളെ നമ്പർ മാത്രമേ അവിടെ പോയിട്ടില്ല, വേറെ ഒന്നും മാർക്ക് ലിസ്റ്റ് ഒന്നും പോയില്ല. അങ്ങനെ അവിടുന്ന് വിളിച്ച് പറഞ്ഞു മോളോട്, മോള് നീ ഒരു കൊല്ലം കഴിഞ്ഞതല്ലേ, നിൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അവർ വിളിക്കുന്നത്, നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് അവൾക്ക് അവിടെ ജോലി കിട്ടിയത്, പഠിക്കാൻ കിട്ടിയത്. ഞാനും വൈഫും മകനും കൂടെ അവിടെ പോയിരുന്നു. ആ സമയത്ത് എല്ലാവരും ഇരുത്തിയിട്ട് അവൻ്റെ ഡീൻ പറയുന്നു 27,000 അപ്ലിക്കൻസ് ഉണ്ട്, അതിൽ നിന്നാണ് 4,000 പേരെ തിരഞ്ഞെടുത്തതെന്ന്. എന്താണ് നമ്മുടെ യോഗ്യത? ഈ കർത്താവിനെ ഉയർത്തുന്നത് തന്നെയാണ് യോഗ്യത, മറ്റൊന്നും പറയാനില്ല. ഞാൻ 25 വർഷമായി ഈ അനുഭവത്തിൽ വന്നിട്ട് ഞാൻ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ ഞാൻ അടുത്ത ആഴ്ച ഹൈദരാബാദിൽ പോവാം. 23-ാം തീയതി ഞായറാഴ്ച എവിടെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഇവിടുന്ന് അവിടെ പാസ്റ്റർമാരെ പരിചയപ്പെട്ട് അത് തീരുമാനിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ എവിടെ പോയാലും ഞായറാഴ്ചയാണെങ്കിൽ ഈ കർത്താവിനെ ഞാൻ ഉയർത്തിയിരുന്നു. കർത്താവ് പറഞ്ഞു സാക്ഷ്യം പറയുക, എനിക്ക് മറ്റൊന്നും അറിയില്ല. ഈ സാക്ഷ്യം പറയാൻ ദൈവം എന്നെ ബലപ്പെടുത്താനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സോന ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കോ. ജീവിക്കുന്ന സാക്ഷിയ. ഇന്നേക്ക് 2002 23 വർഷം കഴിഞ്ഞു. മോനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? സ്തോത്രം. ഇതാണ് എൻ്റെ വൈഫ്. അവൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, SP ഓഫീസിൽ മാനേജറാണ്, ഗസ്റ്റഡ് ഓഫീസറാണ്. ഇപ്പോൾ മകനിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അതേപോലെ മകളും ഇപ്പോൾ MSW കഴിഞ്ഞാൽ ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തും, ഒരു ഫിക്കറുമില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ സാക്ഷ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ് അല്ലേ. വിശ്വസ്തയോടെ കർത്താവിനെ നമ്മൾ സേവിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ സാക്ഷിയുള്ള പലരും ഇവിടെ ഉണ്ട്. സ്തോത്രം ചെയ്തു. മോറക്കാലം കടന്നു വന്ന കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. സജി ബ്രദർ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു.
മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷി നമുക്ക് കേൾക്കാം. നമുക്കെല്ലാവർക്കും ദൈവത്തിനൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ ഇടയിൽ പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് നമുക്ക് അർപ്പിക്കാം. ദൈവത്തെ ആരാധിച്ച് ആശീർവാദത്തോടുകൂടി ഈ പകൽക്കാലം നമുക്ക് കടന്നു പോകാം. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ഹല്ലേലൂയയ്ക്ക് ഒന്ന് പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ഇതുപോലെ അത്ഭുതങ്ങൾ പറയാനുണ്ട്. ഈ നമ്മുടെ കർത്താവിനെ നമ്മൾ സേവിപ്പാൻ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. മരണത്തിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു. പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ വിടുവിക്കപ്പെട്ട അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ അർഹിക്കാത്ത എന്തെല്ലാം നന്മകൾ തന്നു അല്ലേ. ഇതുപോലെ ഈ ജാതീയ മാർഗങ്ങളിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വന്ന അനേകർ ഇവിടെയുണ്ട്. ഇവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ പിതാവായിരിക്കുന്ന അബ്രഹാം, താൻ ആരായിരുന്നു? താനൊരു വിജാതീയനായിരുന്നു. ഹല്ലേലൂയ. വിജാതീയനായി താൻ വിശ്വാസമാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതിൻ്റെ നന്മയാ ഇന്ന് അബ്രഹാമിൻ്റെ സന്തതികളായി നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹം. ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. വിട്ടതിനേക്കാൾ വലുത് തരുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ വാഗ്ദത്തം, ഭൗമിക വാഗ്ദത്തങ്ങളെല്ലാം നോക്കുമ്പോൾ നമ്മൾ വിട്ടതൊന്നുമല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് സ്തോത്ര വഴിപാടുകൾ അർപ്പിക്കാം. ആമേൻ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും.
ദൈവത്തെ സ്തുതിക്കാം. സിയോൻ യാത്രയിൽ ഭയപ്പെടുവാനൊന്നുമില്ല. ജേക്കബ് അങ്കിൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ജേക്കബ് അങ്കിൾ, ഹല്ലേലൂയ. വന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ കേൾക്കും. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ടു. കർത്താവിൻ്റെ ദാസൻ സുധീന്ദ്രനാഥ് അവരുകളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നാം കേൾക്കപ്പെട്ട വിലയേറിയ സാക്ഷ്യങ്ങൾ, സ്തോത്രം. നടേശ്വരൻ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുഴുവനും പ്രാർത്ഥന യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യവും അതിന് വേണ്ട നല്ല സാഹചര്യങ്ങളും സമ്പത്തും കാര്യങ്ങളും എല്ലാം ദൈവം നൽകട്ടെ. കർത്താവിൻ്റെ സാക്ഷിയായി അനേകിടങ്ങളിൽ അത്ഭുതകരമായി യാത്ര വലിയ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കടന്നു വന്ന ഓരോ കുടുംബങ്ങളെ ഓർത്ത്, സുജി ബ്രദറിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റെല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ. കർത്താവേ, അനേക വാഗ്ദത്തങ്ങളെ ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങൾ കർത്താവേ സ്ഥിരതയോടെ ഞങ്ങൾ പ്രാപിക്കുന്നവരായി സ്വർഗമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസനും പ്രവൃത്തിയിൽ കാരുണ്യവാനുമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണമേ. വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാണല്ലോ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. പറഞ്ഞ വചനങ്ങൾക്കൊക്കെയായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം പ്രാപിക്കുവാൻ തക്കതും സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ഇവിടെ നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പിച്ച ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഭവനം ഒന്നാകെ അനുഗ്രഹിക്കണം കർത്താവെ. ദൈവം നടത്തിയ വിധങ്ങളെ കർത്താവെ ഞങ്ങളെ വിവരിച്ച് പറഞ്ഞല്ലോ കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്നു. ആ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. കടന്നു പോകുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ കരം കൂടെയിരിക്കണം. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ ഹല്ലേരാജൻ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സുവിശേഷ വേലയുമായി പ്രാർത്ഥനയോടുകൂടെ കർത്താവെ തിരുവനന്തപുരം തൊട്ട് കർത്താവെ കാശ്മീർ വരെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കരം കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണം. ആരോഗ്യത്തോടെ വിശ്വസയോടെ നിൽപ്പാൻ തക്കവതം കൃപ പ്രാപിക്കാൻ തക്കവത ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭ ഒന്നാകെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി. വീണ്ടും കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. പകർന്ന വിടുതലിനായി സ്തോത്രം ചെയ്യാം. അറിവുകളുടെ സ്തോത്ര വഴിപാടിനായി സ്തോത്രം ചെയ്യാം. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന ജനത്തെ ആമേൻ ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും വാഴ്വുകളും കടന്നു ദൈവജനത്തോടും സാക്ഷിച്ച പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. Thank you and God bless you.